18-ാമത്തെ വാക്യം. ആമേ. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കുവാൻ അതുപോലെ ചെയ്തു, അവർക്ക് കഴിഞ്ഞില്ല താനും. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കുവാൻ ശ്രമിച്ചു. കഴിഞ്ഞെന്നല്ല പറയുന്നത്, കഴിഞ്ഞില്ലെന്നാ പറയുന്നത്. അവർക്ക് നടന്നില്ലെന്നാ പറയുന്നത്, അത് നടപ്പായില്ലെന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുന്നമേ തന്നെ പറഞ്ഞത്, എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരുത്തന് മാത്രമേ അത് പറ്റത്തുള്ളൂ. അവന്റെ പേരാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്ന സർവശക്തനായ യേശു. അവൻ അസാധ്യമെന്ന് പറയുന്ന ഒരു പദമില്ല പ്രിയ മക്കളെ. മരിച്ചു കിടക്കുന്നതാണെങ്കിൽ പോലും എഴുന്നേൽപ്പിക്കാൻ അവന് കഴിയും. അടഞ്ഞിരിക്കുന്ന കണ്ണുകളാണെങ്കിൽ പോലും തുറക്കാൻ അവന് കഴിയും. മുടന്തനായ മനുഷ്യനാണെങ്കിൽ പോലും അവനെ കുതിച്ചു ചാടുവാൻ യേശുവിന് കഴിയും. വിശ്വസിക്കണം. നമ്മൾ സേവിക്കുന്ന ദൈവത്തെ പരിമിതി വെച്ചുകൊണ്ടല്ല ആരാധിക്കേണ്ടത്, പരിമിതികൾക്കപ്പുറം. എനിക്ക് പരിമിതിയുണ്ട് കർത്താവേ, പക്ഷെ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് പരിമിതികളില്ലാത്ത ദൈവമാണ്, പരിധികളില്ലാത്ത ദൈവമാണ്. അവന്റെ ശക്തിക്ക് ഒന്നിനും കുറവില്ല, അവന്റെ പ്രവൃത്തികൾക്കൊന്നിനും കുറവില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിവുള്ള ഒരു കർത്താവ്. വിശ്വസിക്കണം. നമ്മുടെ പരിമിതികളെ പൊളിച്ചു കളയണം. ആമേ. നമ്മൾ ഇന്നൊക്കെ ഓരോ പരിമിതികൾ വെച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്, കേട്ടോ പ്രിയമക്കളെ. ഈ പരിമിതികളെ ഇന്ന് പകലിൽ പരിശുദ്ധതയും പൊളിച്ചു കളയാൻ പോകുകയാ. ആത്മാവിന്റെ പ്രവൃത്തിയിലേക്ക്. നീ ആരാധിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. നീ സ്തുതിക്കുന്ന ദൈവം സർവശക്തനായ യേശുവാണ്. ആമേ. സ്വതം നിന്റെ അധരങ്ങളെ കൊണ്ട് ആ മഹത്വമുള്ള നാമത്തെ ഒന്നെടുക്കാൻ നീ ശ്രമിച്ചാൽ അത്ഭുതങ്ങൾ കാണാൻ ഇടയായി തീരും. ഇന്ന് അത്ഭുതങ്ങൾ നടക്കുന്നത് എന്തിനാലാ? യേശു ക്രിസ്തുവിന്റെ നാമത്താ. പക്ഷെ നമ്മൾ അത് വേണ്ടവണ്ണം എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല പ്രിയ മക്കളെ. ആമേ. സ്വന്തം ആമേ. പഴയ നിയമത്തിൽ യാഹെന്ന ദൈവത്തിന്റെ നാമം കൊടുത്തപ്പോൾ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമം നീ ഒന്ന് ഉപയോഗിച്ചു നോക്കി. ഹല്ലേലൂയ. നിനക്ക് അസാധ്യമായി നിൽക്കുന്ന ചിലതിനോട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്ന് കൽപ്പിച്ച് അവിടെ തകർന്ന് വീഴുവാനിടയായി തീരും. ഹല്ലേലൂയ. സകല മുഴങ്കാലുകളും മടങ്ങുന്ന ആമേ, സകല നാമങ്ങളും മടങ്ങുന്ന അവന്റെ നാമം സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും മടങ്ങുവാൻ തക്കവിധം ദൈവം അവനെ ഏറ്റവും അധികം ഉയർത്തി. ആ നാമത്തിങ്കൽ മടങ്ങാത്ത മുഴങ്കാലുകളില്ലെന്നേ, ആ നാമത്തിങ്കൽ നടക്കാത്ത അത്ഭുതങ്ങളില്ലെന്നേ. ആമേൻ. നമ്മൾ പരിമിതി വെച്ചുകൊണ്ടാണ് ഈ നാമത്തെ ഉപയോഗിക്കുന്നത്. പരിമിതികൾ വെക്കാതെ അതൊന്ന് പൊളിച്ചു കളഞ്ഞുകൊണ്ട് ആ നാമത്തിന്റെ മഹത്വത്തിലേക്കൊന്ന് അടുത്തു ചെല്ലുവാൻ ആത്മാവിൽ നിങ്ങൾക്കൊന്ന് ഒരുക്കപ്പെടാൻ കഴിയുമോ? ഞാൻ സേവിക്കുന്നത് അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥനെയാണ്. സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠം. അവൻ അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് പരിമിതികളെ പൊളിച്ചു കളഞ്ഞുകൊണ്ട് സത്യത്തിലും ആത്മാവിലും അവനൊന്ന് ആരാധിക്കാം. ആമേൻ. സ്വർഗം പ്രവർത്തിക്കും, ദൈവാത്ഭുതം ചെയ്യും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഇസ്രായേൽ ജനം മിസ്രൈമിൽ കിടന്ന് കഷ്ടം അനുഭവിക്കുകയാണ്. ഇരുമ്പ്, തീച്ചൂള എന്നൊക്കെ പറയുന്ന നിലവാരത്തിൽ കഠിന ശോധനയാ, കഠിന വേലയാ. ചെയ്യുന്ന ജോലിക്ക് കൂലിയില്ല. ചെയ്യുന്ന ജോലിക്ക് പരിമിതമായ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് ഒന്നുമില്ലാത്ത നിലവാരത്തിൽ കടന്നു പോകുന്ന ഈ ജനത്തെ വിടിവിച്ചെടുക്കുവാൻ സർവശക്തനായ ദൈവം ഭക്തനായിരിക്കുന്ന മോശയെ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് അയക്കുകയാണ്. കൂടെ തന്റെ സഹോദരനായിരിക്കുന്ന അഹരോനുമുണ്ട്. രണ്ടുപേരും ചേർന്ന് ചെല്ലുകയാണ്. പറഞ്ഞു, ഈ ജനത്തെ എന്നെ ആരാധിക്കാൻ എന്ത് ചെയ്യുക? സ്തോത്രം. ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഒരു പ്രത്യേക ഉദ്ദേശത്തിനാ. എന്ത് ചെയ്യണം? ഇന്ന് ലോകത്തിൽ ലൂസിഫറും അവന്റെ അനുയായികളും മറ്റു പലതും ഒക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് അതിനെയൊക്കെ ആരാധിക്കാൻ വേണ്ടി മനുഷ്യനെ പ്രേരിപ്പിച്ച് അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിന് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആ ജീവനുള്ള ദൈവത്തെ തന്റെ ജനം ആരാധിക്കണം, അവനെ മഹത്വപ്പെടുത്തണം. സാത്താന്റെ പ്രവർത്തികളിൽ നിന്ന് വേർതിരിഞ്ഞ്, കല്ലിൽ നിന്നും മണ്ണിൽ നിന്നും മരത്തിൽ നിന്നും വേർതിരിഞ്ഞ്, വിഗ്രഹ കൂട്ടത്തിൽ നിന്ന് വേർതിരിഞ്ഞ് ജീവനുള്ള ദൈവത്തെ സ്തുതിക്കണം.
കഴിഞ്ഞൊരു കാലഘട്ടം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലേ മക്കളെ? കാണുന്നതിലെല്ലാം തൊട്ട് മണങ്ങുന്ന മൊട്ടുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ? ഞങ്ങളുടെയൊക്കെ വീട്ടില് കയറി ചെല്ലുന്ന മുറിയില് ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഈ സ്റ്റാൻഡില് പല വെറൈറ്റി ആളുകൾ ഇങ്ങനെ മേടിച്ചു വെച്ചിരിക്കുക. ഫോട്ടോകളുണ്ട്, രൂപങ്ങളുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ ഉണ്ട്, പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഉണ്ട്. സ്തോത്രം. അങ്ങനെയുള്ള രൂപങ്ങൾ, പലരോടും പല രീതിയിലുള്ള പ്രാർത്ഥന, പലരുടെയും പെരുന്നാളുകൾ പല സമയങ്ങളിൽ അങ്ങനെയൊക്കെ കടന്നുപോയി. കുഞ്ഞുങ്ങളോട് പറയും ദേ തമ്പായി എന്ന് പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ മൊത്തിക്കുന്ന ഒത്തിരി വ്യക്തിത്വങ്ങൾ വീട്ടിനകത്തുണ്ടായിരുന്നു. ഇതെല്ലാം കല്ലും മണ്ണും മരവുമാണെന്ന് തിരിച്ചറിവ് തന്നത് സർവശക്തനായ യേശുവാണ്. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വചനം അത് ജീവനാണ്, ചൈതന്യമാണ്. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. ഈ വചനം അകത്തുളത്ത് ക്രിയ ചെയ്യാൻ തുടങ്ങി. കല്ലിനെ കല്ലായും മണ്ണിനെ മണ്ണായും മരത്തിനെ മരമായും കാണുവാൻ, മനസ്സിലാക്കുവാൻ ദൈവം കൃപ തന്നിരിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. ബുദ്ധിജീവികൾ എന്ന് പറയുന്ന പല വ്യക്തിത്വങ്ങൾ കല്ലിനെ മണ്ണിനെ മരത്തിനൊക്കെ തൊട്ടുമൊത്തിയിട്ട് ദൈവം എന്ന് വിളിച്ചു പറയുമ്പോൾ കാര്യമായ വിദ്യാഭ്യാസം ഇല്ലാത്ത, കാര്യമായ തിരിച്ചറിവെന്ന് പറയുന്നത് ഇല്ലാത്ത ദൈവജനത്തിൽ ഒരു കാര്യം അറിയാം, അത് മണ്ണാണ്, അത് കല്ലാണ്, അത് മരമാണ്. ജീവനുള്ള ഒരു ദൈവമുണ്ട്. ആമേ. ഞാൻ ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. സ്തോത്രം. ഇന്ന് സ്തോത്രം തൊട്ടുമൊത്തുന്ന സംഭവത്തെ തമ്പായി എന്നല്ല വിളിക്കുന്നത്. വിളിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ തക്ക വിധം, ജീവനുള്ള ദൈവത്തെ സ്തുതിക്കാൻ തക്ക വിധം തലമുറകൾക്ക് ഇടയാക്കി തീർക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. വിഗ്രഹത്തിൽ നിന്ന് അവര് വേർതിരിഞ്ഞു. സ്വർഗത്തിൽ ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയാ എന്ത്? വിഗ്രഹാരാധന. മനുഷ്യന്റെ കൈപ്പണിയായ പലതിലും ആശ്രയിച്ചു മനുഷ്യൻ ഒരു ഭാഗത്ത് ഒതുങ്ങുമ്പോൾ നമ്മുടെ ബുദ്ധിക്കകത്തുനിന്ന് പൂർണ്ണ അളവിൽ ഇതെല്ലാം മാറിപ്പോകണം പ്രിയമക്കളെ. പൂർണ്ണ അളവിൽ ഇതെല്ലാം മാറിപ്പോകണം നമ്മുടെ ബുദ്ധിക്കകത്ത് നിന്ന്. കേട്ടോ? സ്തോത്രം. നമ്മൾ ഒരു സ്ഥലത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കേണ്ടവരല്ല. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? സ്വാതന്ത്ര്യം വന്നിട്ടുണ്ടോ? വന്നെങ്കിൽ ഇങ്ങനെയല്ല ആരാധിക്കുന്നത്. സ്വാതന്ത്ര്യം വന്നിരിക്കുന്ന വ്യക്തിത്വങ്ങൾ, സ്വാതന്ത്ര്യം വന്നിരിക്കുന്ന വ്യക്തിത്വങ്ങൾ ഇങ്ങനെയല്ല സ്തുതിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുക. നാം സാക്ഷാൽ സ്വതന്ത്രരായി. അടിമനുഖത്തിൽ വീണ്ടും എന്ത് ചെയ്യരുത്? കുടുങ്ങിപ്പോകരുത്. അപ്പോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മിസ്രയീമിൽ നിന്ന് ഇവരെ വിളിച്ചു വേർതിരിക്കാൻ വേണ്ടി മോശയും അഹരോനും കടന്നു നിന്നിരിക്കുക. എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ എന്ത് ചെയ്യുക? വിട്ടയക്കാം. ഫറവോൻ പറഞ്ഞു, അങ്ങനെ ഒരു ദൈവത്തെ കുറിച്ച് എനിക്കറിയത്തില്ല. നിങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ ഈ ജനത്തെ വിട്ടു തരുവാനും സാധിക്കത്തില്ല. അതുകൊണ്ട് ഇവരിവിടെ തന്നെ നിൽക്കും. അങ്ങനെ മോശയും അഹരോനും പറഞ്ഞു, കുറച്ച് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. അവർ വെള്ളത്തെ എന്ത് ചെയ്തു? അടിച്ചു. വെള്ളം എന്ത് ചെയ്തു? രക്തമായി തീർന്നു. ഫറവോൻ കരം കൊട്ടി തന്റെ സ്തോത്രം മന്ത്രവാദികൾ, ആഭിചാരകന്മാരെ, ശുദ്ധം ചെയ്യുന്നവരെല്ലാം കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ഈ രണ്ട് വ്യക്തിത്വങ്ങൾ കടന്നു വന്നിട്ട് ഈ ജനത്തെ കൊണ്ടുപോകുമെന്ന് പറയുന്നത് അവരുടെ ദൈവത്തെ ആരാധിക്കാൻ. അവരിതേ നമ്മുടെ വെള്ളത്തേക്ക് എന്ത് ചെയ്തിരിക്കുക? രക്തമാക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് സ്തോത്രം ഇത് വെറും മാജിക് ട്രിക്കാണെന്ന് നിങ്ങൾ കാണിക്കേണ്ടതിനായി നിങ്ങളും ചെയ്യാൻ പറഞ്ഞു. അവരും എന്ത് ചെയ്തു? അവരും ചെയ്തു. അവരും വെള്ളത്തെ അടിച്ചപ്പോൾ വെള്ളം എന്ത് ചെയ്തു? രക്തമായി തീർന്നു. പ്രൈസ് അല്ലാഹ്. ഇന്ന് ലോകത്തിന്റെ വിവിധമായ മേഖലകളിൽ അത്ഭുതങ്ങളില്ലെന്നല്ല, അടയാളങ്ങളില്ലെന്നല്ല, അടയാളങ്ങളൊക്കെ വേറൊരു സൈഡിലും സാത്താനും പ്രവർത്തിക്കുന്നുണ്ട്. കേട്ടോ? സാത്താനും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ പല വീടുകളിലും കയറി ഇറങ്ങി ദൈവവചനം പറയുമ്പോൾ ഞങ്ങൾ ഇന്ന സ്ഥലത്താണ് പോകുന്നത്, അവിടെ എന്ത് അത്ഭുതമാ! പലതൊക്കെ നടക്കും പ്രിയമക്കളെ, ഒരു പരിധി കൂടുതൽ അപ്പുറം നടക്കത്തില്ല. ഇവിടെയും ചെയ്തു. ഫറവോന്റെ മന്ത്രവാദികളും വെള്ളത്തെ അടിച്ചു, വെള്ളം രക്തമായി തീർന്നു. അപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെയും ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ, അടയാളങ്ങളൊക്കെ, വീര്യപ്രവർത്തികളൊക്കെ നടക്കും. പക്ഷെ നിത്യജീവൻ ഉണ്ടാകത്തില്ല. സമാധാനം ലഭിക്കത്തില്ല, സന്തോഷം ലഭിക്കത്തില്ല. ദൈവം തരുമ്പോൾ നിന്റെ ജീവിതത്തിൽ അറ്റുപോയിരിക്കുന്ന സമാധാനവും നിന്റെ ജീവിതത്തിൽ അറ്റുപോയിരിക്കുന്ന സന്തോഷവും വരുവാനിരിക്കുന്ന ഒരു കാലത്ത് നിത്യജീവനുമാണ് സ്വർഗത്തിലെ ദൈവം നിനക്ക് നൽകി തരുന്നത്. എന്നാൽ ഈ ലോകത്തിന്റെ ശക്തികൾ അങ്ങനെയല്ല.
ലോകത്തിന്റെ ശക്തികൾ അങ്ങനെയല്ല. പല സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉടമ്പടിയാ ഇന്ന്, അല്ലേ? എന്തുടമ്പടി എടുക്കുന്നത്? അമേശ്വത ഉടമ്പടി എടുത്ത് തകർക്കുകയാ. ഉടമ്പടിക്ക് നിത്യജീവൻ കൊടുക്കാൻ പറ്റത്തില്ല പ്രിയമക്കളെ, കേട്ടോ. നിത്യജീവൻ കിട്ടണമെങ്കിൽ യേശുവിനെ പിൻപറ്റണം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ പരിശുദ്ധ ദൈവം അനുവാദം കൊടുത്തിരിക്കുകയാണ്. ഉടമ്പടിക്ക് നിത്യജീവൻ കിട്ടത്തില്ല. നിത്യജീവൻ കിട്ടുന്നത് യേശുവിന്റെ പക്കൽ വരണം, അല്ലേ? അങ്ങനെയല്ല വചനം പറയുന്നത്. അവനെ കൈക്കൊണ്ട് നമുക്ക് പറയാൻ തെളിവായിട്ടുള്ള വചനം മാത്രമേ ഉള്ളൂ. മാനുഷികമായ തലത്തിൽ അതും ഇതൊക്കെ ഒപ്പിച്ച് പറയാനൊന്നും നമുക്ക് പറ്റത്തില്ല. നമ്മൾ പറയുന്നത് ഇതിനകത്ത് തെളിവുണ്ട്. ആരുടെ മുമ്പിൽ ഹാജരാക്കത്തക്ക നിലവാരത്തിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവാദം കൊടുത്തിരിക്കുന്നു. ഒരു അധികാരം കർത്താവ് തരികയാ, കേട്ടോ, മനുഷ്യൻ തരുന്നതല്ല. അപ്പോ അങ്ങനെ മന്ത്രവാദികളും ചെയ്തു. സ്വന്തം തവള പെരുകി, അതും മന്ത്രവാദികൾ എന്ത് ചെയ്തു? മന്ത്രവാദികൾ ചെയ്തു. അങ്ങനെ അഹരോനും മോശയും ചെയ്യുന്നതിനൊത്തവണ്ണം മന്ത്രവാദികൾ ആഭിചാരകന്മാരും ചെയ്തു പോന്നു. ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരുന്നു. അടുത്തൊരു സംഭവം മോശെ സ്വതാഹരം ചെയ്യുകയാ. എന്താ ചെയ്തതാ? പേൻ പെരുകി. ഹല്ലേലൂയ. അവിടെ വന്നപ്പോ മന്ത്രവാദികൾ ഒന്ന് സ്ട്രക്കായി. മന്ത്രവാദികൾ തങ്ങളെ മന്ത്രവാദത്താൽ പേൻ പെരുക്കാൻ ശ്രമിച്ചു. എന്ത് ചെയ്തില്ല? നടന്നില്ല. കേട്ടോ പ്രിയമക്കളെ, ചിലതൊക്കെ അംശമായിട്ടൊക്കെ ചിലപ്പൊക്കെ ബാധിച്ചെന്നിരിക്കാം. എന്നാൽ നീ ആരാധിക്കുന്ന ദൈവത്തിൽ പൂർണ്ണമായിട്ട് നീ ഒന്ന് ആശ്രയിച്ചു കഴിഞ്ഞാൽ ശത്രുവിന്റെ പദ്ധതികളെ നിർവീര്യമാക്കി തീർത്തുകൊണ്ട് ആത്മാവിന്റെ പ്രവൃത്തിയിലേക്ക് എന്റെ മക്കളെ കരം പിടിച്ചു കയറ്റുവാൻ സർവശക്തനായ ദൈവം ഇന്ന് പകലിൽ ആലയത്തിൽ ഇറങ്ങിയിരിക്കുകയാ. നീ ഒരുത്തിന് അടിമയല്ല, നിന്റെ മേലൊരു അടിമ മുഖവും ഇരിക്കത്തില്ല. ആശ്രയിക്കുന്ന ദൈവം ചിലതിനെ പൊളിച്ചു കളയുവാൻ ഇന്ന് പകൽക്കാലം ഇറങ്ങുകയാ. ആമേൻ. ചിലതിനെ ദൈവം തകർക്കും, കേട്ടോ. നിങ്ങൾ വിശ്വസിച്ചോ പ്രിയമക്കളെ? മുന്നേറ്റത്തിന് തടസ്സമായി വ്യാപരിക്കുന്ന ഏതെങ്കിലും അദൃശ്യ കരങ്ങളാണെങ്കിൽ ഇന്ന് പകലിൽ ഇവിടെ നിന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ജീവിതത്തിന്മേൽ ദൈവം ഒരു അഴിച്ചുപണി ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുകയാണ്. നിന്റെ ദൈവത്തിന് മുമ്പിൽ അടങ്ങാത്തതായി ഒരു ശക്തിയുമില്ല. നിന്റെ ദൈവത്തിന് മുമ്പിൽ അടങ്ങാത്തതായി ഒരു ആഭിചാരവുമില്ല. നിന്റെ ദൈവത്തിന് മുമ്പിൽ അടങ്ങാത്തതായി മന്ത്രവാദവുമില്ല. അവരത് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ എന്ത് ചെയ്തില്ല. അങ്ങനെയാണ് വാക്യം വായിച്ചത്. ഒന്ന് വായിച്ച വാക്യം. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കുവാൻ അതുപോലെ ചെയ്തു. അവർക്ക് കഴിഞ്ഞില്ല താനും. പേൻ ഉളവാക്കുവാൻ അതുപോലെ ചെയ്തു. പക്ഷെ അവർക്ക് എന്ത് ചെയ്തില്ല? അവർക്ക് കഴിഞ്ഞില്ല താനും. മനുഷ്യരുടെയും മൃഗങ്ങളുടെ മേൽ പേൻ ഉളവായതുകൊണ്ട് മന്ത്രവാദികൾ ഫറവോനോട് ഇത് ദൈവത്തിന്റെ വിരലാകുന്നു. ഇത് അവന്റെ വിരലാണ്. അവന്റെ കൈ എന്നാ പറയാൻ വന്നിട്ടില്ല, കൈ വെച്ച് തീർന്നു. അവന്റെ വിരലൊന്ന് ചലിച്ചപ്പോൾ ഈജിപ്ത് എന്ന് പറയുന്ന മിസ്രൈം എന്ന് പറയുന്ന ആ രാജ്യത്തിന്മേൽ സകല വ്യക്തിത്വങ്ങളുടെ മേൽ, സകല മൃഗങ്ങളുടെ മേൽ, സകല ജീവനുള്ളതിന്റെ മേൽ പേൻ പെരുകിയെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, നീ ആരാധിക്കുന്ന ദൈവം അവന്റെ മുമ്പാകെ മടങ്ങാത്തതായി ഒരു ശക്തിയും ഇല്ല. വിശ്വസിക്കാമോ പ്രിയ മക്കളെ? നിങ്ങൾ പാർക്കുന്ന ചുറ്റുപാടുകളിൽ ഏതെങ്കിലും ഒരു ആഭിചാരത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ ആത്മാവിൽ ഉണർന്നൊന്ന് നീ ആരാധിക്ക, ആത്മാവിൽ ഉണർന്നൊന്ന് നീ ശാസിക്ക. അത് നിന്റെ പരിസരത്ത് പോലും അടുത്തു വരാതവണ്ണം തകർത്ത് കളയുവാൻ കഴിവുള്ള ഒരു ദൈവം. ആഭിചാരം ഉണ്ടോ? മന്ത്രവാദം ഉണ്ടോ? പേടിയോ? ഉണ്ടോ? ഉള്ളതാ. ആഭിചാരമുണ്ട്, മന്ത്രവാദമുണ്ട്. പുതിയ നിയമത്തിൽ പല സ്ഥലങ്ങളിലും പൗലോസ് കൂട്ടിച്ചേർക്കുന്നു, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത്. അപ്പൊ ക്ഷുദ്രം ചെയ്ത മയങ്ങിപ്പോകും. ക്ഷുദ്രത്തിന് മയക്കാനുള്ള കഴിവൊക്കെയുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ മയങ്ങത്തില്ല, കേട്ടോ. സ്വാതന്ത്ര്യം പ്രാപിച്ചവൻ മയങ്ങത്തില്ല. ഒരിക്കല് ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട ഒരു പയ്യൻ, ഒരു യൗവനക്കാരൻ,
ആമേ ഒരു വിശ്വാസിയായിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ ആമേ ഇഷ്ടപ്പെട്ടിട്ട് ഇവനിലേക്കൊന്ന് ശ്രദ്ധിപ്പിക്കാൻ വേണ്ടി ഇവൻ പഠിച്ച പണി 18 നടത്തിയിട്ട് ഈ കൊച്ചു നോക്കത്തില്ല, കൊച്ചു മിണ്ടത്തില്ല, അവളുടെ പുറകെ ഇവൻ നടക്കുകയാണ്. ആമേൻ. അവസാനത്തേതിൽ അവനോട് ആരോ പറഞ്ഞു കൊടുത്തു, ചെറിയൊരു പ്രവൃത്തി ഇവൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ നീ ആഗ്രഹിക്കുന്നത് പോലെ അവൾ നിന്റെ അടുക്കിലേക്ക് നീയും മടങ്ങി വരും. അങ്ങനെ ആമേൻ സ്തോത്രം, ഇവൻ പോയിട്ടൊരു മന്ത്രവാദിയെ കണ്ടു, ഒരു ആഭിചാരകനെ കണ്ടു. ആമേൻ സ്തോത്രം, അവർ പറഞ്ഞൊരു തുക കൊടുത്തു. അവൾക്ക് വേണ്ടി ചെറിയൊരു പൂജയും കാര്യങ്ങളെല്ലാം അവർ ചെയ്തു. ആമേൻ സ്തോത്രം. എന്നിട്ട് പറഞ്ഞു, നീ അവൾ പോകുന്ന സ്ഥലത്ത് നിന്ന് അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്തിട്ട് പിന്നെയും ഇവനായി കുട്ടിയുടെ അടുക്കൽ കടന്നു എന്ന് ഒന്ന് ശ്രദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കൊച്ചു മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുകയാണ്. പ്രാർത്ഥിക്കുന്നൊരു കുഞ്ഞ. പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് കേട്ടോ മക്കളെ. 1-2 സാക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ അന്നത്തെ പരിപാടികൾ ഫലിക്കാതെ വന്നപ്പോൾ ഈ ആഭിചാരകൻ പറഞ്ഞു കൊടുത്തു, ഈ കൊച്ചു നടന്നു പോകുന്ന വഴിയിലെ ഒരു പിടി മണ്ണ് കാലി ചവിട്ടുന്ന സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്ന് എൻ്റെ അടുത്ത് തന്നു കഴിഞ്ഞാൽ ചിലത് ഞാൻ ചെയ്തു തരാം, അവൾ വീഴും. പ്രൈസലോ. അങ്ങനെ ഒരു പിടി മണ്ണുമായിട്ട് മനുഷ്യൻ കടന്നു ചെന്നു. ആഭിചാരകൻ പറഞ്ഞതിനൊത്തവണ്ണം ചില സമയങ്ങൾ എടുത്തു. ആമേശ്വരം ചില ക്രിയകൾ അദ്ദേഹം വീണ്ടും ചെയ്തു. ആമേശ്വരം പിറ്റേ ദിവസം ഈ കുഞ്ഞിനെ കാണുമ്പോൾ സംസാരിക്കാമെന്ന് കരുതിക്കൊണ്ട് ചെല്ലുമ്പോൾ ആ കുഞ്ഞ് മൈൻഡ് ചെയ്യാതെ അത് അതിന്റെ വഴികളിലേക്ക് തന്നെ കടന്നു പോകുകയാണ്. ആഭിചാരകന്റെ അടുക്കൽ കടന്നു എന്ന് ചോദിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്? താൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. ആമേശ്വരം വീഴേണ്ടതായിരുന്നു, പലരെയും വീഴ്ത്തിയിട്ടുള്ള ചരിത്രം എനിക്കുണ്ട്, പക്ഷെ ഇത് എന്താ വീഴാത്തതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഒരു മുടി കിട്ടുമെങ്കിൽ, കാൽച്ചുവട്ടിലെ മണ്ണല്ല, ഒരു മുടി കിട്ടുമെങ്കിൽ കാര്യങ്ങൾ പണി പറ്റിക്കാം. ആമേശ്വരം ഇവൻ കാത്തിരുന്ന് എവിടെ നോക്കിയോ ഈ കൊച്ചിന്റെ ഒരു മുടി തപ്പിയെടുത്ത് ഇദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവന്ന് കൊടുത്തു. മുടി കൊണ്ടും പരിപാടി ചെയ്തു. കളിമണ്ണ് കൊണ്ട് ഒരു പ്രതിമ, ഒരു പെൺകുട്ടിയുടെ പോലത്തെ ഒരു പ്രതിമ ഉണ്ടാക്കിയ പെൺകുട്ടിയുടെ തലയിൽ ഈ മുടിയും വെച്ച് അതിന് വേണ്ടി ഇരുന്ന് സ്വതം രാത്രിയിലിരുന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പറഞ്ഞു, ധൈര്യമായിട്ട് ചെന്നോ, സംഭവം വലയിലാകും. സ്തോത്രം. ചെന്ന് ശ്രമിച്ചിട്ടും സംഭവം ഒന്നും വലയിൽ വന്നില്ല. അപ്പോൾ സ്വതം ചോദിച്ചു, ആഭിചാരകൻ ചോദിച്ചു, ഈ കുട്ടി എവിടെയാ പ്രാർത്ഥനക്ക് പോകുന്നത്? കുട്ടിയുടെ കാസ്റ്റ് എന്താ? ഏത് വിഭാഗത്തിൽപ്പെടുന്നതാ? പറഞ്ഞു, അതെനിക്കറിയത്തില്ല, എന്തായിരുന്നാലും പെന്തക്കോസ്തുകാരുടെ ഇടയിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു കൊച്ചാണ് തോന്നുന്നു. മന്ത്രവാദി പറഞ്ഞു, കാര്യം നടക്കത്തില്ല. പ്രൈസലോ. പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഇത് എന്ത് ചെയ്യുന്നില്ല, അറ്റാച്ച് ചെയ്യുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നീ സേവിക്കുന്ന ദൈവം അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥനായ ദൈവമാണ്. സാധാരണ നിലവാരത്തിൽ ഇടപെടുന്നത് പോലെ ഇവരോട് ഇടപെടുവാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്നതിന് ഒതുക്കാൻ ലോകത്തിന്റെ ശക്തിയെ കൊണ്ട് കഴിയത്തില്ല, സാത്താന്റെ ശക്തിയെ കൊണ്ട് കഴിയത്തില്ലെന്ന്. മക്കളെ, നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. സ്വന്തം വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ലെന്നേ, ഒരായുധവും ഫലിക്കത്തില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് ചിലത് ചെയ്യും കേട്ടോ. നിങ്ങൾ അറിയാതെ വേണം, കുറെ ദിവസങ്ങളായിട്ട് ജീവിതത്തിന്റെ മേഖലകളിലേക്ക് വേണ്ടവണ്ണം ആത്മീക നിലവാരത്തേക്കൊന്ന് കുതിച്ചു കയറാൻ ആഗ്രഹിച്ചിട്ട് നടക്കുന്നില്ല. മറ പിടിച്ചിരിക്കുന്നത് പോലെ എന്തോ ശക്തികൾ വന്ന് രാത്രികാലങ്ങളിൽ അങ്ങ് ഉറക്കിക്കളയുകയാണ്. പ്രാർത്ഥിക്കാൻ ഉണർന്നിട്ടും സാധിക്കുന്നില്ല, ആരാധിക്കാൻ ഇരുന്നിട്ട് സാധിക്കുന്നില്ല. എന്തോ വീട്ടിൽ കുഴപ്പമെന്നാ ചിന്തിക്കാൻ അല്ലെന്നേ. ചിലതിന്മേൽ വ്യാപരിക്കുന്ന ചില വാഴ്ചകളുണ്ട്, ചില അധികാരങ്ങളുണ്ട്, ഈ അന്ധകാരത്തിലെ ലോകാധിപത്യങ്ങളുണ്ട്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളുണ്ട്. അതിനെ തകർത്ത് മാറ്റുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവമുണ്ടെന്ന് ആത്മാവിൽ ഞാൻ ഓർപ്പിക്കുകയാ. നിന്റെ അനുഗ്രഹത്തിനും മുന്നേറ്റത്തിനും തടസ്സമായി വെളിപ്പെടുന്ന ചില പോരുകൾ, ഹല്ലേലൂയ, ദേശത്തിലെ നന്മകൾ നിനക്ക് അനുഭവിക്കാൻ പറ്റാതെ വണ്ണം ഒതുക്കിക്കളയുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ, കരത്തിൽ എത്ര കിട്ടിയിട്ട് ഒഴുക്കിക്കളയുന്ന ചില മേഖലകളെ സ്വർഗത്തിലെ ദൈവം ഇന്ന് ശാസിച്ച് അഴിച്ചു കളയുകയാണ്. ഇന്ന് അതിന്റെ കെടുതികളെ പരിശുദ്ധ ദൈവം പൊട്ടിച്ചു മാറ്റുകയാണ്. ആത്മാവിൽ നിന്ന് ആരാധിച്ചു. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ഇവരത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് എന്ത് ചെയ്തില്ല,
നടന്നില്ല. അപ്പോ സ്വന്തം ആഭിചാരകന്മാര് മന്ത്രവാദികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ദൈവത്തിന്റെ വിരല. ക്രൈസ്തലോ ഒരുത്തനെ ചലിപ്പിക്കാതെ വണ്ണം സ്വതം ഒരു സ്ഥലത്ത് അടച്ച് ഒതുക്കിയിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഒരു രാജ്യത്ത്. അവളുടെ പേര് ഇസബേൽ എന്ന. ഇവിടെ പ്രവൃത്തി എന്താണെന്നറിയാമോ? ശുദ്രം. കഴിഞ്ഞൊരു സമയം കർത്താവിന്റെ ദാസൻ ഇവിടെ കടന്നു വന്നപ്പോ ആമേശ്വരം അങ്ങനെ ഒരു ആലോചന പറഞ്ഞു. ആമേശ്വരം ഹല്ലേലൂയ. അന്ന് ആ വിഷയത്തെ ശാസിക്കുകയും ചെയ്തു. ആമേശ്വരം ആ മുഖത്തെ ആ കെട്ടുകളെ സർവശക്തനായ ദൈവം പൊട്ടിച്ചു മാറ്റുവാനിടയായി തീർന്നു. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുകയാണ്, നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. നമുക്ക് അതുകൊണ്ട് പ്രതികരിക്കാൻ പോലും ആ രാജ്യത്തിലുള്ള ആളുകൾക്ക് ഭയമായിരുന്നു. സ്തോത്രം. അവര് ഏലിയാവ് ഒറ്റയ്ക്ക് വന്ന് നിന്ന് കാര്യങ്ങൾ ചെയ്തിട്ടും ഏലിയാവിനോട് കൂടെ അവർ ചേർന്നില്ല. അവരേതൊരു ശക്തിക്ക് അധീനരായിരുന്നു. ഇസ്രായേൽ ജനമാണ്. യഹോവയായ ദൈവത്തെ ആരാധിക്കേണ്ടവരായിരുന്നു. യഹോവയുടെ നാമത്തിൽ വന്ന മനുഷ്യനോട് കൂടെ നിന്നില്ല. ഏലിയാവ് ഒറ്റയ്ക്കും 850 പ്രവാചകന്മാർ മറ്റൊരു സൈഡിലും ജനം ഇങ്ങനെ നടുവിൽ നിൽക്കുകയാ. എന്നാൽ ഞങ്ങളെ കാക്കേണ്ടതിനായി സ്വർഗത്തിലെ ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏലിയാവിനോട് ചേർന്നില്ല ജനം. ആമേൻ. ഏലിയാവ് അതുകൊണ്ട് ആ ജനത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാലുവെക്കും? ബാലാണ് ദൈവമെങ്കിൽ നിങ്ങൾ ബാലിനെ എന്ത് ചെയ്യുക? ആമേൻ. യഹോവയാണ് ദൈവമെങ്കിലോ? ഇതൊക്കെ പറഞ്ഞിട്ടൊന്നും അവർക്ക് വിശ്വാസമായില്ല. പിന്നത്തേതിൽ ഏലിയാവ് പറഞ്ഞു, തീ കൊണ്ട് നിങ്ങൾ അങ്ങനെയെങ്കിലും വിശ്വസിക്കാം. കാരണം ഈ ശക്തിയുടെ അധീനതയില. ജീവനുള്ള ദൈവത്തിൽ നിന്ന് അവരകന്ന് ദുഷ്ടശക്തികൾക്ക് അധീനരായി തീർന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം ഏലിയാവിനെ അയച്ചു. 6 മാസം ആകാശ ശക്തികൾ അടച്ചു. ഹല്ലേലൂയ. കാരണം ഈ ബാല ആഹാരം കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ഒരിക്കലും ഞങ്ങളുടെ ഇടയിൽ കടന്നു വന്ന ഒരു മനുഷ്യൻ, എൻ്റെ ഒരു കൂട്ടുകാരനാ. ആ കാലഘട്ടത്തിലൊക്കെ രാത്രിയിൽ പ്രാർത്ഥനകളാണ്. അങ്ങനെ രാത്രിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന കൂട്ടത്തിൽ ഇവർ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായി, കുഞ്ഞുങ്ങളില്ല. അന്നും ഈ പറഞ്ഞ രീതിയിൽ രാത്രിയിലെ പ്രാർത്ഥനയിൽ ഉണ്ണിപ്പാസ്റ്റർ അന്ന് ഞങ്ങളുടെ ഇടയിൽ വരും. നൈറ്റ് പ്രയർ കേട്ടോ. നൈറ്റ് പ്രയർ എന്ന് പറയുന്നത് മുഴുവൻ രാത്രി പ്രാർത്ഥനയാണ്. സ്തോത്രം. രാവിലെ വീട്ടിൽ വരത്തുള്ളൂ. ശക്തമേറിയ നിലവാരത്തിൽ പ്രാർത്ഥിക്കും, ആരാധിക്കും, ദൈവവചനം കേൾക്കും, ബലപ്പെടും. അന്ന് ഈ കൂട്ടത്തിലിരുന്ന സ്നാനപ്പെടാത്തൊരു വ്യക്തിത്വമാ, എൻ്റെ കൂട്ടുകാരനാ. അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് തലമുറയുണ്ടാകും, ദൈവം നിന്നെ സന്ദർശിക്കും, നിന്റെ ഭാര്യയെ സന്ദർശിക്കും, അടുത്ത ആണ്ടിൽ നിനക്കൊരു കുഞ്ഞു ജനിക്കും. ആലോചന പറഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പോ ഞങ്ങളോട് വിളിച്ച് കാര്യം ഷെയർ ചെയ്തു. ഭാര്യ പ്രഗ്നന്റാ. പ്രൈസ് ദി ലോർഡ്. പിന്നെയും മീറ്റിങ്ങിനായി കടന്നു വന്നുകൊണ്ടിരുന്നു. ഏകദേശം 5-6 മാസം കഴിഞ്ഞ സമയത്ത് പുറത്തുള്ള ആളുകളെല്ലാം തൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ ശ്രദ്ധിക്കുമെന്ന തലത്തിലേക്ക് പുറത്ത് കാണായി വന്ന സമയം മുതൽ പിന്നത്തേതിൽ നമ്മുടെ കൂടെ വന്നില്ല. പിന്നത്തേതിൽ മറ്റു ചിലതിൻ്റെ പുറകെ പോയി. ഹല്ലേലൂയ. പിന്നത്തേതിൽ പറയുന്നത്, ഞങ്ങൾക്ക് ഇത് ഇന്ന പള്ളി ചെന്ന് പ്രാർത്ഥിച്ച് എഴുതിയിട്ടപ്പോൾ കിട്ടിയതാ. മഹത്വം ആർക്ക് പോയി? മഹത്വം വിഗ്രഹത്തിന് പോയി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആ ശക്തി അങ്ങോട്ടേക്ക് വലിച്ചു. 9 മാസം കഴിഞ്ഞപ്പോ ഡെലിവറി കഴിഞ്ഞു. കുഞ്ഞും അപ്പനും അമ്മയും നിൽക്കുന്ന ഒരു ഫോട്ടോ. സ്തോത്രം. അടുത്ത ഒരു പള്ളിയിലെ മാനാട്ടുപറമ്പില് സ്തോത്രം 3 പേരും കൂടി ചെന്ന് സാക്ഷ്യം പറഞ്ഞു. സ്തോത്രം. ഞങ്ങള് വന്ന് പ്രാർത്ഥിച്ചപ്പോ ഇവിടെ നിന്ന് കിട്ടിയതാ. സംഭവം അങ്ങനെയാണോ? അല്ല, 100% അറിയാം. അതുകൊണ്ട് പല സമയങ്ങളിൽ ആ വ്യക്തിത്വത്തിനും പിന്നെയും ശാരീരിക ക്ലേശങ്ങൾ വരുമ്പോൾ വിളിച്ചു പറയും, പ്രാർത്ഥിക്കണം. കാരണം പ്രാർത്ഥനയുടെ മഹത്വം അനുഭവിച്ചിട്ടുള്ള വ്യക്തിത്വമാ. സ്തോത്രം. ഹല്ലേലൂയ. വിടുതൽ എവിടെയാണെന്ന് തിരിച്ചറിയാം. പക്ഷേ ചില ശക്തികളുടെ അഭാവത്താൽ ചില ശക്തികൾ ചിലരെ ആമേശതം തടുത്തു വെച്ചിരിക്കുകയാണ്. വേണ്ടവണ്ണം മുന്നിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ വണ്ണം വചനത്തിൽ വിളിച്ചു പറയുന്ന പോലെ ആ വിശ്വാസികളുടെ മനസ്സ് ഈ ലോകത്തിന്റെ ദൈവം കൂരുടാക്കി വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എവിടെയാ വിടുതൽ എന്നൊക്കെ എല്ലാവർക്കും അറിയാം പ്രിയ മക്കളെ. പക്ഷെ വിടാതെ വണ്ണം തടുക്കുന്ന ചില വ്യാപാരങ്ങൾ, വിടാതെ വണ്ണം
തടുക്കുന്ന ചില വ്യാപാരങ്ങൾ. ഇവിടെ ആമേൻ സ്തോത്രം 2 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായത്തിന് 22-23 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ആമേൻ സ്തോത്രം യേഹു വിളിച്ചു പറയുന്ന ഒരു വാക്യമുണ്ട്. ആമേൻ സ്തോത്രം യേഹുവിനെ കണ്ടപ്പോൾ യോരാം എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം ഈസബേലിന്റെ മകൻ യോരാം യേഹുവേ സമാധാനമോ എന്ന് ചോദിച്ചു. അതിന് യേഹു, നിന്റെ അമ്മയായ ഈസബേലിന്റെ പരസംഗവും ക്ഷുദ്രവും ഇത്ര അധികമായിരിക്കുന്നിടത്തോളം എന്ത് സമാധാനം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ആരാ ക്ഷുദ്രക്കാരെത്തിയ, ഇവിടെ ആരാ ക്ഷുദ്രം ചെയ്ത് മയക്കിട്ടിരിക്കുക. ആമേൻ സ്തോത്രം ശമരിയ പട്ടണം മുഴുവനും ഇവരുടെ അധീനതയില. ആമേൻ ഓരോരുത്തരും ചലിക്കത്തില്ല, അങ്ങനെ വെച്ചിരിക്കുക. ആമേൻ പക്ഷേ ദീർഘനാൾ നിന്നില്ല. ദൈവം അതിനെന്ത് ചെയ്തു? ഇടിച്ചു. ഹല്ലേലൂയ. ക്ഷുദ്രവും മന്ത്രവാദവും എന്നും നിലനിൽക്കുന്നതല്ല പ്രിയമക്കളെ. പിന്നത്തെ ഇത് ഈ വാക്യം നിൽക്കുമ്പോൾ തന്നെ യെശയ്യാ പ്രവചനം 47-ാം അധ്യായത്തിന്റെ 11-12 വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. യെശയ്യാ പ്രവചനം 47-ാം അധ്യായത്തിന്റെ 11-12 വാക്യത്തിലേക്ക് വേഗത്തിലൊന്ന് വന്നേ. അതുകൊണ്ട് മന്ത്രവാദത്താൽ നീക്കുവാൻ കഴിയാത്ത അനർത്ഥം നിന്റെ മേൽ വരും. സ്തോത്രം. ഒരു പരിധി വരെയൊക്കെ നിനക്ക് ഈ കെട്ട് പരിപാടി കേട്ട് നടക്കാം. ആമേൻ സ്തോത്രം. പക്ഷെ ഇതുകൊണ്ട് നീക്കാൻ പറ്റാത്തൊരു അനർത്ഥം നിന്റെ ജീവിതത്തിൽ വന്നാലോ? ആമേൻ. മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാമ്പ് കടിച്ചു വന്നാലോ? ഹല്ലേലൂയ. ഒരു സർപ്പം കൊത്തി എന്നാലോ? ഇവിടെ പറയുന്നത് അതുകൊണ്ട് മന്ത്രവാദത്താൽ, ഇതാരാ പറയുന്നത്? സ്വർഗത്തിലെ ദൈവം. ആമേൻ. അതുകൊണ്ട് മന്ത്രവാദത്താൽ നീക്കുവാൻ കഴിയാത്ത അനർത്ഥം നിന്റെ മേൽ വരും. ആമേൻ. നിന്നാൽ പരിഹരിപ്പാൻ കഴിയാത്ത ആപത്ത് നിനക്ക് വരും. ഹല്ലേലൂയ. നീ അറിയാത്ത നാശം പെട്ടെന്ന് നിന്റെ മേൽ എന്ത് ചെയ്യും? വരും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ആരെങ്കിലും ഒക്കെ പറഞ്ഞുള്ള ചില അറിവുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ആമേൻ സ്തോത്രം. ഇന്ന ആള് ഇന്ന രീതിയിൽ പോകുന്ന ആളാണ് കേട്ടോ, 10 നാൾ കഴിയട്ടെ വരും. നിശ്ചയിക്കാത്ത പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ. കാരണം വചനം കിടക്കുകയാ. ഈ ദേശത്തിലോ നമ്മളായിരിക്കുന്ന പട്ടണത്തിലോ ഞാനോ നിങ്ങളോ അറിയാതെ ഏതെങ്കിലും ഒരു വ്യക്തിത്വം ഏതെങ്കിലും കുടുംബത്തെ തകർത്ത് കളയേണ്ടതിനായി ദ്രവ്യത്തിൽ ലാഭം വെച്ചുകൊണ്ട്, ദ്രവ്യത്തിൽ ആഗ്രഹം വെച്ചുകൊണ്ട് എന്തേലും ഒരു പ്രവർത്തികളൊക്കെ ചെയ്ത് ഒരു പരിധി വരെയൊക്കെ ഉയർന്നു വന്നാൽ പരിശുദ്ധ ദൈവം പറയുന്നു, അവന് നിയന്ത്രിക്കാൻ പറ്റാത്ത തലത്തിലുള്ള ഒരനർത്ഥം ഞാൻ അവന് വരുത്തും. പ്രൈസ് ദി ലോർഡ്. എന്തോ ചില കെട്ടുകൾ ആമേശ്വരം ഞാൻ വെളുപ്പിന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആമേശ്വരം ചില ദേശത്തിന്റെ മധ്യത്തിൽ വ്യാപരിക്കുന്ന ചിലതിന്റെ സൈഡ് എഫക്റ്റുകൾ തന്റെ ജനത്തിലേക്ക് എത്തി നോക്കുമ്പോൾ ഇന്ന് അതിനെ അഴിച്ചു കളയുന്ന പകൽക്കാലമാണ്. ഇന്ന് അതിനെ തകർത്ത് കളയുന്ന പകൽക്കാലമാണ്. പൈശാചികമായ ആധിപത്യങ്ങളെ നിർവീര്യമാക്കുന്ന ഒരു പകൽക്കാലമാണ്. യേശുവിന്റെ കരം ആ വിഷയത്തിന്റെ മധ്യത്തിൽ നീട്ടുകയാ. ശുദ്രമായിക്കൊള്ളട്ടെ, പ്രശ്നമായിക്കൊള്ളട്ടെ, മുഹൂർത്തമായിക്കൊള്ളട്ടെ. ഇന്ന് പലരും എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ദൈവസഭക്കകത്ത് വരെ ചിലത് ഇടിച്ചു കയറിയിട്ടുണ്ട്. അയ്യോ ചക്കനും പെണ്ണിനെ ഇറക്കല്ലേ, സമയമായിട്ടില്ലെന്നേ. ചക്കനും പെണ്ണിനെ ഇറക്കല്ലേ. വലത് കാല് വെച്ച് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് കാലി വെച്ച് കാരണം? ആ വലത് കാല്. പ്രൈസ് ദി ലോർഡ്. വലത് ഇടത് ഉണ്ടാക്കിയത് ആരാ? പ്രൈസ് ദി ലോർഡ്. എല്ലാം രണ്ടും നല്ല കാലാ. ആമേൻ സ്തോത്രം. വലത് കാലും ഇടത് കാലും എല്ലാം നല്ലതാ. നിന്നെ മുഴുവനായും ദൈവം നന്നായിട്ട് നിർമ്മിച്ചിരിക്കുക. ഹല്ലേലൂയ. സമയമുണ്ടോ? സ്ഥാനം നോക്കിയിട്ടാണോ വീട് വെക്കുന്നത്? കുഴപ്പമില്ലേ? ശബ്ദം പോയതുണ്ടോ? കുഴപ്പമില്ലെന്ന് പറയാ പ്രിയ മക്കളെ. ആമേൻ. കുഴപ്പമില്ലെന്നേ. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ആംബിയർ വേണം. പലരും വന്നിട്ടും പറയും വീടിനെന്തോ ദോഷമുണ്ട് കേട്ടോ. എന്നിട്ട് ഗൊളികനാ ഇത് കടന്നു പോകാനുള്ള ഹോളിട്ടിട്ടുണ്ടോന്ന് വീട്ടില്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ചിലതൊക്കെ കടന്നു പോകാൻ ഹോള് സൂര്യപ്രകാശം ഇതിലൂടെ കടന്ന് അപ്പുറത്ത് കൂടി പോകണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ വീടിന്റെ ദോഷമാണെന്ന് ആരാ പറഞ്ഞത്?
ആരോ എടാ സ്തോത്രം, ഹല്ലേലൂയ. നീ അവിടെ പാർക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ നടക്കണമെന്ന് തീരുമാനിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. പരിശുദ്ധ ദൈവത്തിന്റെ നീതിയുള്ള കരമാണ് നിന്റെ മേൽ അനുകൂലമായി വെളുപ്പ്. ബുദ്ധിക്കകത്ത് പോലും അങ്ങനത്തെ ഒരു ചിന്ത നിന്നെ ഭരിക്കരുത്. ആ മുഖത്ത് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ അടിച്ചു കളയുകയാ. ഞാനൊരു കത്തോലിക്ക പാരമ്പര്യത്തിലുള്ളതായിരുന്നു. ആമേൻ സ്തോത്രം. പള്ളിയിൽ പോകും, ആമേൻ സ്തോത്രം, ആമേൻ കുർബാന സ്വീകരിക്കും, കുമ്പസാരിക്കൊക്കെ ചെയ്യും. പക്ഷെ വീട് പണിയുമ്പോൾ എന്ത് ചെയ്യും? ആരെ വിളിക്കും? കണിയാൻ പ്രശ്നക്കാരൻ. ഒരു പ്രശ്നമില്ലാത്ത കുടുംബത്തിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നവന്റെ പേരാണ് പ്രശ്നക്കാരൻ. നമ്മൾ സൂക്ഷിച്ചോളണം. ആമേൻ സ്തോത്രം. പേരിട്ടിരിക്കുന്നത് എന്താ? പ്രശ്നക്കാരനാണ്. പുള്ളി ഏതെല്ലാം വീട്ടിൽ കയറി ചെന്നിട്ടുണ്ട്, ആ വീട്ടിലെല്ലാം പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ലാതെ പൊഴിഞ്ഞു പോയിട്ടില്ല. പ്രൈസലോ, ഹല്ലേലൂയ. എന്തിനെ പറയുന്നു? ആമേ, ഒരു ലക്ഷം 2 ലക്ഷം രൂപയുടെ നഷ്ടമെങ്കിലും വരുത്തിയിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? ആമേ, ഈ ബാത്റൂം എന്ത് ചെയ്യില്ല? ശരിയല്ല. ഈ കിച്ചൺ എന്ത് ചെയ്യില്ല? കിച്ചണും ബാത്റൂം, കഴിക്കുന്നതും പുറത്തേക്ക് പോകുന്നതും, ഇത് രണ്ടുമാണ് പുള്ളിക്ക് പ്രശ്നം. ഈ രണ്ടും മേലും പിടിക്കും. പ്രൈസലോ. എന്നിട്ട് പറയും ഇത് രണ്ടും പ്രശ്നമാണെന്ന്. ആമേ, പുള്ളിക്കാരൻ പ്രശ്നക്കാരനാ. ഇതിന്റെ താഴേക്കൊന്ന് വായിച്ച് വേഗത്തില്. എനിക്ക് 1-2 വാക്യങ്ങൾ. ബാല്യം മുതൽ അധ്വാനിച്ച് ചെയ്യുന്ന നിന്റെ മന്ത്രവാദങ്ങൾ കൊണ്ടും ശുദ്ധപ്രയോഗങ്ങളുടെ പെരുപ്പം കൊണ്ടും ഇപ്പോൾ നിന്നുകൊള്ളുക. ഇപ്പൊ ഒരു സമയം, കുറച്ച് സമയത്ത് ചില ആളുകളൊക്കെ ഉണ്ടോ, വെച്ചൊടി കയറ്റൊരുക്കൊള്ളു. അവര് 10 പേരോട് പറയും, സംഭവം അവിടെ പോയാൽ മതി കേട്ടാ, സാധനം ഒന്ന് പൂജിച്ചിങ്ങ് തരും, കയ്യിൽ വെച്ചോ, ഗുണമാ. എത്ര ദിവസം ഉണ്ടാവും? അതുകൊണ്ടാ പറയുന്നത്, ഇപ്പോ നീ എന്ത് ചെയ്തോ? ഇപ്പോൾ നിന്നുകൊള്ളുക. ഇതിന് ശക്തിയില്ലെന്നല്ല, ശക്തിക്കുണ്ട്. ഇതിന് വാറന്റി പീരീഡ് വരെ ഉണ്ട്. എക്സ്പയർ ഡേറ്റ് വരെ ഉണ്ട്. ആമേൻ സ്തോത്രം. ഇതിൽ വിശ്വസിക്കുന്നവനായ എക്സ്പയർ പോയി പുതുക്കി കഴിയുമ്പോൾ പിന്നെയും എന്ത് ചെയ്യും? ചാർജ് ചെയ്ത് കിട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോൾ നീ നിന്നുകൊള്ളുക, പക്ഷേ ഫലിക്കും. പക്ഷെ നീ എന്ത് ചെയ്യും? സ്തോത്രം, ആമേൻ സ്തോത്രം, നിന്നെ പേടിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം. നിന്റെ ആലോചന ബാഹുല്യം കൊണ്ട് നീ വലഞ്ഞിരിക്കുന്നു. ജ്യോതിഷക്കാരും നക്ഷത്രം നോക്കുന്നവരും നിനക്ക് വരുവാനുള്ള മാസാന്തരം അറിയിക്കുന്നവരും ഇപ്പോൾ എഴുന്നേറ്റ് നിന്നെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും നിന്നെ രക്ഷിക്കട്ടെ. ആമേ, ജ്യോതിഷക്കാർ. പ്രിയ മക്കളെ, ഇതിലേക്കൊന്നും നമ്മുടെ ശ്രദ്ധ പോകല്ലേ. ഇന്ന് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ദൈവമക്കളുണ്ട്. ആമേ സ്തോത്രം. പ്രശ്നക്കാരന്റെ ജ്യോതിഷക്കാരന്റെ പേരൊന്നും നീ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട. അവർ ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ കേട്ടോ. ഇന്ന സ്ഥലത്ത് നല്ല ആളുണ്ട് കേട്ടോ, ഇന്ന സ്ഥലത്ത് നല്ല കണിയാനുണ്ട്, അയാളെ വിളിച്ചു. നീ ആരാ? കണിയാനെ പരിചയപ്പെടുത്താൻ നീ ആരാ? പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ മകനാണോ നീ? എനിക്കിതുമായിട്ട് ബന്ധമില്ല. ഞാനും ഈ വർക്ക് ഒത്തിരി കോൺട്രാക്ട് എടുത്ത് ചെയ്തിട്ടുള്ള ആളാ. ആമേൻ സ്തോത്രം. അപ്പോൾ പറയും സാധനം ഞാൻ പറയും നമുക്കിത് ഇതിൻ്റെ അകത്ത് ഇടപാടൊന്നുമില്ല. നിങ്ങൾ ജാതികളുടെ വീടുകൾ ഒത്തിരി പണിതിട്ടുണ്ട്, എനിക്കിതുമായിട്ട് ബന്ധമില്ല. അത് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികളുമായിക്കോ, ഞാനില്ല. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തി ഞാൻ ചെയ്യും. ആംബിയർ ഉണ്ടാകണം പറയാൻ. എടാ പ്രിയമക്കളെ, കർത്താവ് കൂടെ നിൽക്കും. നീ ചെയ്യുന്നതെല്ലാം ശുഭകരമായി തീരത്തക്ക നിലവാരത്തിൽ ആമേൻ നിന്റെ കരത്തിൽ, ഹല്ലേലൂയ, ആമേൻ നന്മകൾ ഒഴുകി പോകാതെ വണ്ണം കാത്തു പരിപാലിച്ചു സൂക്ഷിക്കുവാൻ പരിശുദ്ധ ദൈവം നിന്നോട് കൂടെ ഇരിക്കുമെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. നീ കാണിയാനെ പരിചയപ്പെടുത്തേണ്ടവനല്ല, യേശുവിനെ കാണിച്ചു കൊടുക്കേണ്ടവനാ. ആമേ, നീ ആരെ പരിചയപ്പെടുത്തേണ്ടവനാ? നീ ആരാ? ആമേൻ സ്തോത്രം. ശമരിയക്കാരി സ്ത്രീയോട് നീ ദൈവത്തിന്റെ ദാനമെന്നും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നവൻ ആരെന്നും നീ ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ. ഇവിടെ വായിച്ചത് എന്താ? ആമേൻ, ഒന്ന് വായിച്ചേ. നിന്റെ ആലോചന ബാഹുല്യം കൊണ്ട് നീ വലഞ്ഞിരിക്കുന്നു. ജ്യോതിഷക്കാരും നക്ഷത്രം നോക്കുന്നവരും നിനക്ക് വരുവാനുള്ള മാസാന്തരം അറിയിക്കുന്നവരും ഇപ്പോൾ എഴുന്നേറ്റു നിന്നെ രക്ഷിക്കട്ടെ. ഈ മാസത്തിന്റെ അവസാനം നല്ല കാലമാണ്. ഈ ആഴ്ചയിൽ ഇന്ന നക്ഷത്രമുള്ള ആൾക്ക് ശുഭകരമാണ്. വിശ്വാസിയായിരുന്നിട്ടും ചിലരൊക്കെ ഈ കാര്യങ്ങൾ കാണുമ്പോൾ ചിലതൊന്നും മറച്ചു നോക്കും.
ആമേ ജനിക്കുന്ന സമയത്ത് തന്നെ ഈ നക്ഷത്രമൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ട്. ഏത് നക്ഷത്രത്തിലാണ് ജനിച്ചിരിക്കുന്നത്? നക്ഷത്രമാണ്. നക്ഷത്രം വഴിതെറ്റിച്ച് കുറെ കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞതാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. വിദ്വാൻമാർ കയറി ചെന്നത് എവിടേക്കാ? കൊട്ടാരത്തിലാ. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ നോക്ക്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നക്ഷത്രമല്ല നിന്നെ നടത്തുന്നത്. ചൊവ്വയിലെ ദോഷം തീർന്നോ? ചൊവ്വയിലെ ആൾക്കാർ പോകാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ചൊവ്വയിലെ ആൾക്കാർ പോകാൻ തുടങ്ങി. ചൊവ്വാദോഷം തീർന്നു. ആമേ, സ്തോത്രം. എന്നെ കേൾക്കുന്ന ആമേ ലൈവിൽ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ പിന്നെയും കണ്ടകശിനിയും ചൊവ്വാദോഷം എന്ന് പറഞ്ഞിരിക്കൽ ഇങ്ങോട്ട് വാ. ആമേ, ചൊവ്വാദോഷം കണ്ടകശിനിയും ആമേ യേശു നിന്റെ ജീവിതത്തിൽ മാറ്റിത്തരും. ആമേ, നിന്റെ ബുദ്ധിക്കകത്ത് കെട്ടിയിരിക്കുന്ന കെട്ടിനെ അഴിച്ചു മാറ്റാൻ കഴിവുള്ള ഒരുത്തനുണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന യേശു. ഏത് വിധത്തിലുള്ള വിഷയങ്ങൾ മാറുന്നേ? ആമേ, സ്വതം മുടന്തനാണോ? വാ. കുരുട്ട് കണ്ണുള്ളവനാണോ? വാ. ആമേ, ഭൂതം ബാധിച്ചവനാണോ? വാ. ആമേ, നിന്റെ പ്രതിസന്ധികളെ മാറ്റിത്തരുവാൻ തക്ക വിധം പരിശുദ്ധ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് പകലിൽ അവന്റെ സാന്നിധ്യം നമ്മൾ വ്യാപരിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ചുറ്റുവട്ടത്തിലൊക്കെ ആരെങ്കിലൊക്കെ പറയാം, അയ്യോ കൊച്ചിന്റെ കല്യാണം നടക്കില്ല. എന്താ കണ്ടകശിനിയാണെന്നോ? എന്താ ഇത്? എന്ത് ശനിയായത്? പ്രൈസ് ദി ലോർഡ് അല്ലേ? പല ശനികളും കേട്ട് കണ്ടകശിനിയാ, ചൊവ്വാദോഷമാണെന്ന് വീട്ടേക്കാൻ പറയുന്നത്. ഞങ്ങൾ മാറ്റി തന്നേക്കാം, 10 പൈസ വേണ്ട. ആമേ, സ്വതം നിങ്ങൾ നേർച്ച കാഴ്ച വഴിപാടുകളോ ആമേ സ്വതം ആമേ ദ്രവ്യത്തിലുള്ള ഒരു നന്മയോ വേണ്ട. യേശുവിന് വേണ്ടി നിനക്ക് ഹൃദയം കൊടുക്കാൻ പറ്റുമോ? നിന്റെ ജീവിതത്തിൽ കിടക്കുന്ന ദോഷങ്ങളെ അടിമുടി മുറിച്ചു മാറ്റിക്കൊണ്ട് നിന്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും തന്ന് നടത്തുവാൻ കഴിവുള്ളൊരു യേശുവുണ്ട്. ആമേൻ. അപ്പൊ ഇവിടെ പറയുന്നത് ആമേ, സ്വതം നിന്നെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് രക്ഷിക്കട്ടെ. ഈ പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്കൊന്ന് വന്നേ, 11-ാം വാക്യത്തിലേക്കൊന്ന് വന്നേ. 8 മുതൽ വായിക്കണം. 11-ാം വാക്യം ഒന്ന് വായിച്ചേ. പരുനിമിത്തം മന്ത്രവാദികൾക്ക്, അയ്യോ മന്ത്രവാദിക്ക് എന്ത് പിടിച്ചു? മോശയുടെ മുമ്പാകെ മന്ത്രവാദിക്ക് എന്ത് പിടിച്ചു? പരി പിടിച്ചു. ഇവ മന്ത്രം ചെയ്ത് എല്ലാവരെയും ആമേശ്വരം നല്ല നിലവാരത്തിൽ നടത്തുന്നവനെ ഇപ്പൊ പരികൊണ്ട് എന്ത് ചെയ്യാൻ പറ്റാ? ഇരിക്കാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല. ആർക്കാ? സ്തോത്രം. അഹരോനോട് മോശയോട് പറഞ്ഞു, നീ ഭൂമിയിലെ പൊടി അല്പം വാരിയിട്ട് അത് വിതറാൻ പറഞ്ഞു. ആമേ, 8-ാം വാക്യം മുതൽ 8-ാം വാക്യം. യഹോവ മോശയോടും അഹരോനോടും അടുപ്പിലെ വെണ്ണീർ കൈനിറച്ച് വാരുവീൻ. മോശ അത് ഫറവോന്റെ മുമ്പാകെ ആകാശത്തേക്ക് വിതറട്ടെ. അത് മിസ്രൈം ദേശത്ത് എല്ലായിടവും ധൂളിയായി പാറി മിസ്രൈം ദേശത്തൊക്കെയും മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും പുണ്ണായി പൊങ്ങുന്ന പരുവാകും എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ അടുപ്പിലെ വെണ്ണീർ വാരി ഫറവോന്റെ മുമ്പാകെ നിന്നു. മോശ അത് ആകാശത്തേക്ക് വിതറിയപ്പോൾ അത് മനുഷ്യന്റെ മേലും മൃഗങ്ങളുടെ മേലും പുണ്ണായി പൊങ്ങുന്ന പരുവായി തീർന്നു. ഇത് ആരെയും ബാധിച്ചു? അടുത്ത വാക്യം. പരുനിമിത്തം മന്ത്രവാദികൾക്കും മോശയുടെ നിൽപ്പാൻ കഴിഞ്ഞില്ല. മന്ത്രവാദികൾക്കും എല്ലാം ഇസ്രായേൽയർക്കും സകലതിനെയും ബാധിച്ചു. നമ്മുടെ ദൈവം ആരാ പ്രിയമക്കളെ? നമ്മുടെ ദൈവം ആരാ? ഹല്ലേലൂയ. ഒറ്റണത്തിനും വിടത്തില്ല കേട്ടോ. മര്യാദക്ക് സറണ്ടർ ആയിക്കഴിഞ്ഞാൽ എനിക്ക് റിലീസിംഗ്. അല്ലെങ്കിൽ ഈ പട്ടണം സ്വർഗത്തിലെ ദൈവം അടുത്ത നാളുകൾ കൈയടക്കി വെച്ച് അനുഭവിക്കാൻ പോകുകയാണ്. വിശ്വസ്തയോടെ ദൈവജനം പ്രാർത്ഥിച്ചു. ഈ വൈപ്പിൻ പട്ടണത്തിനകത്തളത്തിൽ ഒരാഭിചാരകനോ ഒരു മന്ത്രവാദികളോ ദോഷം പ്രവർത്തിക്കുന്ന ഒരുത്തിനെ കാണാത്ത വിധത്തിൽ പരിശുദ്ധ ദൈവത്തിന്റെ പ്രവൃത്തി മാനസാന്തരത്തിന് യോഗ്യമാകുന്ന ഒരു ഫലത്തിലേക്ക് നടത്താൻ പോകുകയാണ്. അമ്മ പ്രാർത്ഥിച്ച നടക്കത്തില്ലേ? നടക്കത്തില്ലേ? നടക്കോന്നേ. അമ്മ നടക്കാത്ത കാര്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇന്ന് പകല് നമ്മുടെ മധ്യത്തിലുണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം. ആമേൻ. അപ്പോസ്തല പ്രവർത്തനം, ഇതൊക്കെ ഞാൻ എല്ലാ സ്ഥലത്തും മുറിച്ചു പോകും. അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായം എടുത്തേ, അതിന്റെ 22-ാം വാക്യത്തിലേക്കൊന്ന് വന്നേ. ആമേൻ. ശുശ്രൂഷ ചെയ്യുന്നവരിൽ തിമോത്തിയോസ് 20-ാം വാക്യം 19-ന്റെ ഇങ്ങനെ കർത്താവിന്റെ വചനം അതാണ് അതിന്റെ തൊട്ട് മുമ്പിലത്തെ 18-ാം വാക്യം. ശുദ്ധപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് ചെയ്യും. ഇത് നടക്കും. ഇതെന്ത് ചെയ്യും? ആര് വരും? ദൈവഭയം കൊടുക്കും.
ആമേൻ. അവൻ അവിടെ നിന്ന് ക്ഷുദ്രം ചെയ്യുമ്പോൾ നീ വീട്ടിനകത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, അവൻ ചിലതിലെ ക്ഷുദ്രങ്ങളും ചിലതിലെ മന്ത്രവിദ്യ പ്രയോഗങ്ങളും പരിശുദ്ധ ദൈവം തകർത്തുകൊണ്ട് ഒരു ദൈവ പ്രവർത്തിക്കാൻ ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. പേടിയുണ്ടോ പ്രിയ മക്കളെ? ശാസിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഈ നാമം ആമേൻ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും മടക്കുന്ന നാമമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ടെങ്കിൽ ഈ നാമത്തിൽ വിശ്വസിച്ചും കൊണ്ട് നീ ഒന്ന് ആജ്ഞാപിക്കുക, അത് സംഭവിക്കാൻ പോകുകയാ. ആമേ. അതിന്റെ 13-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചേ. എന്നാൽ ദേശാന്തരികളിൽ നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ പുരോഹിതന്റെ മക്കള് ആരാണിപ്പോ? പുരോഹിതന്റെ മക്കൾ ഇപ്പൊ മന്ത്രവാദികളെ നന്നായിട്ട് മന്ത്രം ചെയ്യും. 7 പേരുണ്ട്. അപ്പനാരാ? അപ്പം പുരോഹിതനാ. മക്കളാരാ? മക്കള് മന്ത്രവാദികളാ. പ്രൈസലോ. സാധാരണ പുരോഹിതനല്ല, മഹാപുരോഹിതൻ. മഹാപുരോഹിതന്റെ മക്കളാ. സ്കേവ എന്ന് പറയുന്ന ഒരു യഹൂദൻ 7 പുത്രന്മാർ. മഹാപുരോഹിതനായിരിക്കുന്ന സ്കേവയ്ക്ക് 7 പുത്രന്മാര്. ഇവന്മാർ എന്തിട്ടാ പഠിച്ചിരിക്കുന്നത്? സ്തോത്രം. വഴി തെറ്റിപ്പോയി, വഴി മാറിപ്പോയി. 7 മക്കളും കൂടി ചെന്ന് മന്ത്രവാദം ചെയ്ത് പട്ടണത്തെ ഭ്രമിപ്പിക്കുകയാ. അപ്പോ ഒരു ഭൂതത്തെ പുറത്താക്കാനുള്ള ഒരു കോള് വന്നു. 7 പേരും കൂടി എന്ത് ചെയ്തു? ഞങ്ങൾ വരാൻ പറഞ്ഞു. ഞങ്ങൾ വരാം, ഞങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യാം? ആ മേശോദ ഭൂതത്തെ പുറത്താക്കാം. അവര് ചെന്നു. അടുത്ത വാക്യം. ദുരാത്മാവ് അവരോട് യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെ. ദുരാത്മാക്കൾക്കൊക്കെ അറിയാം ആരൊക്കെയാണെന്ന്. ദുരാത്മാക്കൾ അവരോട് യേശുവിനെ ഞങ്ങൾക്കറിയാം. നിങ്ങളൊന്നും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. യേശുവിനെ ഞങ്ങൾക്കറിയാം കേട്ടോ. ഞാൻ അല്പസമയം മുമ്പേ പറഞ്ഞില്ലേ, ഒരു കൊച്ചു പെൺകുട്ടിയെ ഒരുത്തൻ വശത്താക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ ഈ കൊച്ചു ആരുടെ മോളാന്നറിയോ? ആരുടെ മോളാന്നറിയോ? യേശുവിന്റെ മോളാ. നമ്മ ആരുടെ മക്കളാന്നറിയോ? ആ പ്രാഗൽഭ്യം മാത്രം മതി, ആ ഒരു തിരിച്ചറിവ് മാത്രം മതി. നിന്റെ 7 അയലത്തോ നിന്റെ പരിസരത്തോ നീ പാർക്കുന്ന പട്ടണത്തിലോ ശക്തി വരാതെ വണ്ണം സൂക്ഷിക്കുക. ഈ ഒരു തിരിച്ചറിവും വിശ്വാസവും മാത്രം മതി. നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. ആമേൻ. ആ ഒരൊറ്റ തിരിച്ചറിവ് മതി പ്രിയ മക്കളെ. ഞാൻ ആരാ? നിങ്ങൾ ആരാ? ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നത് യേശുവിനെ ഞങ്ങൾക്കറിയാം, പൗലോസിനെ പരിചയമുണ്ട്. പൗലോസിനെ 1-2 വട്ടം ഞങ്ങളുടെ ആളുകൾ മുട്ടിയിട്ടുണ്ടെന്നേ. ആമേൻ. സ്തോത്രം. രാത്രിക്ക് അറിവ് കൊടുക്കുന്നു എന്ന് പറയുന്നത് കേട്ടോ. രാത്രിക്ക് അറിവ് കൊടുക്കും. നമ്മളോടൊരു ദൂതുണ്ട്. ഈ വായ്പിൻ കര, ഈ വായ്പിൻ പട്ടണം ഈ സഭ മുഖാന്തരം അറിയപ്പെടുമെന്ന് ആത്മാവിൽ എത്ര പേര് അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഈ വായ്പിൻ പട്ടണത്തിന്റെ അതോറിറ്റി ദുഷ്ട പിശാച് നിനക്കല്ല, ഞങ്ങളുടെ കർത്താവിനാണ്. യേശുവിനെ ആരാധിക്കുന്ന കുഞ്ഞുങ്ങൾ അതിനെ കീഴടക്കുവാൻ ഇടയായി തീരും. ദുഷ്ടന്റെ വ്യാപാര ശക്തികളെ ഞങ്ങൾ ശാസിക്കുകയാ. സാക്ഷര കേരളം എന്ന് പറയുന്ന കേരളത്തിൽ കഴിഞ്ഞ നാളുകൾ നടന്ന ആഭിചാരത്തിന്റെയും മന്ത്രവാദത്തിനെ കഥ കേട്ട് സ്തോത്രം ഹല്ലേലൂയ കേരളക്കര ഒന്നാകെ തല താഴ്ത്തി. നരബലികൾ വരെ നടന്നില്ലേ? ഇതിനൊന്നും സർക്കാർ കൂട്ടുനിൽക്കുന്നതല്ലോ. സർക്കാർ ഇതിനെതിരാ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവജനം ഒന്ന് ഉണർന്നാൽ മതി. ദൈവജനം ഒന്ന് ഉണർന്നാൽ മതി. പ്രാർത്ഥനയിൽ നീ ഒന്ന് ശക്തിപ്പെട്ടാൽ മതി. ആത്മാവിൽ നീ ഒന്ന് ആരാധിച്ചാൽ മതി. ചിലതിനെ തകർത്തുകൊണ്ട് ആത്മാവിന്റെ പ്രവൃത്തി പരിശുദ്ധ ദൈവം പട്ടണത്തിന്റെ മധ്യത്തിൽ കുടുംബങ്ങളുടെ അകത്തളത്തിൽ വെളിപ്പെടുത്തും. അപ്പോ അങ്ങനെ പറയണം. ദുരാത്മാക്കൾ നോക്കിയിട്ട് പറയണം, സ്തോത്രം, ഷാജിനെ ഞങ്ങൾ അറിയും, സെബാസിനെ ഞങ്ങൾ അറിയും, സ്തോത്രം, അഗസ്റ്റിനെ ഞങ്ങൾ അറിയും, ഷിപ്പുവിനെ ഞങ്ങൾ അറിയും, സ്തോത്രം, ലിസിയെ ഞങ്ങൾ അറിയും, സ്തോത്രം, ജായ്സിയെ ഞങ്ങൾ അറിയും എന്ന് പിശാച് പറയണം. ഞങ്ങൾക്ക് അറിയാന്നേ.
ആമേ സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ അതിന്റെ ശാസനയൊക്കെ കേൾക്കാറുള്ളതാ. ആമേ സ്തോത്രം. വീട്ടിനകത്ത് വരത്തില്ല, വിശ്വാസത്തിൽ നീന്ന് ശാസിച്ചാൽ മതി. നിന്റെ പ്രാർത്ഥന മുറിക്കകത്തിരുന്നു കൊണ്ട് ആത്മാവിൽ നിന്ന് ജാഗരിക്കുമ്പോൾ, ആത്മാവിൽ നിന്ന് ശാസിക്കുമ്പോൾ ദേശത്ത് കെട്ടിപ്പൊക്കുന്ന ചില നിർമ്മിത മതിലുകള് സർവശക്തനായ ദൈവം തകർത്തു കളയാനിടയായി തീരും. ഒരു ശക്തിയും നിന്റെ നെവരെ നിൽക്കത്തില്ല. ഈ പുസ്തകം പഠിപ്പിക്കുന്നത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ മന്ത്രവാദിക്ക് മുമ്പാകെ ദൈവജന കീഴടങ്ങി എന്നല്ല. മന്ത്രവാദികൾ അവരുടെ മന്ത്ര സാമഗ്രികളെല്ലാം തീയിലിട്ട് ചുട്ടുകളഞ്ഞ ജീവനുള്ള ദൈവത്തെ ആരാധിച്ചു എന്നുള്ള ചരിത്രമാണ് വിശുദ്ധ വേദ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ബൈബിള് പഠിപ്പിക്കുന്നത് ഇവര് കീഴടങ്ങിയെന്ന. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? നീ പിന്നെന്തിനാ പേടിക്കുന്നതാ? നീ പിന്നെ എന്തിനാ പേടിക്കുന്നത്? നീ എന്തിനാ ആമേശ്വത ഭയപ്പെടുന്നത്? ആമേ ആരെങ്കിലുമൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് കേട്ടിട്ട് നീ മാറിപ്പോകണം. ധൈര്യത്തോടെ സ്റ്റെപ്പ് വെച്ചേക്കണം. എന്റെ യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. എന്റെ യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ആമേശ്വത അവൻ ചിലതിനെ കീറിക്കളയും, അവൻ ചിലതിനെ ഉടച്ചു കളയും. ആമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്തുണ്ട്? ശക്തിയുണ്ട്. ഒന്ന് പറഞ്ഞ പ്രീതി മക്കളെ, ശക്തിയുണ്ട്, അധികാരമുള്ള നാമമാ. അവൻ മുഖാന്തരവും അവനായിട്ടും സകലതും, അവനെ കൂടാതെ ഒന്നും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ ഏതു ശക്തി അവന്റെ കാൽ കീഴില്ല. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെന്നിട്ട് പാതാളത്തിലേക്ക് ഇറങ്ങി. എന്നിട്ട് താക്കോല് കാണിച്ചു കൊടുത്തു. ഒറ്റണ്ണാനെങ്കിൽ പോകരുത്. സ്വർഗത്തിന്റെയും ആമേശ്വരം പാതാളത്തിന്റെ താക്കോല് എന്റെ കരത്തിലാണ്. ഞാൻ സാത്താനെ ജയിച്ചിരിക്കുന്നു. ഞാൻ പിശാചിന്റെ പ്രവൃത്തികളെ ജയിച്ചിരിക്കുന്നു. പാതാളത്തെയും സ്വർഗത്തെയും ജയിച്ചവൻ കൂടെയുണ്ട്. പിന്നെ എന്തിനാ പ്രിയ മക്കളെ? ധൈര്യത്തോടെ എഴുന്നേക്കണം കേട്ടോ. സ്വന്തം നീ വീട്ടിലിരുന്ന് ഈ ദർശനത്തോടെ നീ പ്രാർത്ഥിക്കുമ്പോൾ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നടക്കുന്ന പ്രവർത്തികൾ സ്വർഗത്തിലെ ദൈവം നിർവീര്യമാക്കി കളയും. ചിലതിന്റെ സ്വന്തം മന്ത്രവിധികളെ തെറ്റിച്ചു കളയും. ചിലതിന്റെ രഥചക്രങ്ങൾ തെറ്റിച്ചു എന്ന് പറയുന്നത് പോലെ ഉച്ചാരണങ്ങൾ തെറ്റിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വം. ഇന്ന് വെളിപ്പാങ്കാലത്തെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ചിലതിനെ ഞാൻ തകർക്കാൻ പോവുകയാണ്. ഈ വിധത്തില നിങ്ങൾ വിശ്വസിക്കുക പ്രിയ മക്കളെ, നിങ്ങൾ വിശ്വസിക്കുക. ആത്മാവിനെ ആരാധിച്ച് ചിലത് ദൈവം തകർത്തു കളയുക. നിന്റെ നന്മയ്ക്ക്, നിന്റെ അനുഗ്രഹത്തിന്, നിന്റെ ഉയർച്ചയ്ക്ക്, നിന്റെ മാന്യതകൾക്ക് തടസ്സം വരുത്തുന്ന ഒഴുക്കി കളയുന്ന ദുഷ്ട വ്യാപാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം അതിനെ തകർത്തു കളയുക, അതിനെ ഉടച്ചു കളയുക. ദുഷ്ടൻ കെട്ടിവെച്ചിരിക്കുന്ന എല്ലാ കെട്ടുകളും നിർമ്മിത മതിലുകളും യേശുവിന്റെ നാമത്തിൽ ശകഭരാജന ദിയ ശാന്തരാജന ശകതകരകലകടകരാജന അർദ്ധവേദനകൾ കടകരക ശമനക ശ്യാന്തരേ ഓ രാഭാനക സിയാദരകലകരകജന. യേശുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, സകല അധികാരമുള്ളവന്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ. അഴിഞ്ഞു പോകട്ടെ, അഴിഞ്ഞു പോകട്ടെ, അഴിഞ്ഞു പോകട്ടെ. ദേശം സ്വതന്ത്രമാകട്ടെ, പട്ടണം സ്വതന്ത്രമാകട്ടെ, ദൈവജനം പാർക്കുന്ന അതിരുകൾ വിസ്താരമാകട്ടെ. ആമേൻ. ശബരബലകരഗജനദിരിക ആസൽ പ്രൗഢവരവര ശമാനകസ്യംധര. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചോ? ചിലത് പട്ടണത്തിൽ നടക്കും, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നടക്കും.
കെട്ടപ്പെട്ട് കിടന്നിരുന്ന ചില കുടുംബങ്ങൾ കെട്ടഴിയപ്പെട്ടവരായി ചില കുടുംബങ്ങളിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ദിവസങ്ങളാണ് മുമ്പിലുള്ളതെന്ന് പരിശുദ്ധാത്മാവെ ഞാൻ വിളിച്ചു പറയുകയാ. ചില കെട്ടുകളെ ദൈവം അഴിക്കുകയാ. നിന്റെ ആദരങ്ങൾ കൊണ്ട് ദേശത്തിന്റെ മധ്യത്തിൽ നിന്റെ ചുറ്റുപാടുകളിൽ സ്വന്തം ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചിലതിന് അഴിക്കും കേട്ടോ. ചിലത് അഴിഞ്ഞിട്ടുണ്ട് പകലിൽ. അപ്പോ ഇവിടെ പറയുന്നത് പൗലോസിനെ ഞങ്ങൾക്ക് പരിചയമുണ്ട്, യേശുവിനെ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദുരാത്മാവ് എന്ത് ചെയ്തു? എന്നാൽ നിങ്ങളാർ എന്ന് ചോദിച്ചു. സ്കേവ എന്ന് പറയുന്ന പുരോഹിതന്മാരുടെ 7 മക്കളോട് ചോദിച്ചു. ആരാണ് അറിയില്ലല്ലോ. അപ്പനെയും പരിചയമില്ല, അപ്പനെയും പരിചയമില്ല, മക്കളെയും പരിചയമില്ല. അപ്പൻ്റെ പേരും കൂടി അവിടെ ദുരാത്മാക്കൾ പറയുന്നില്ല. കാരണം അങ്ങനെ അംഗീകരിക്കുന്നില്ലെന്ന് ഇവർ ഇട്ടുകൊടുത്തിരിക്കുന്ന പട്ടം ധരിച്ചിരിക്കുന്ന പലരും ഉണ്ട്. പക്ഷേ സ്വർഗത്തിലെ ദൈവമോ ദുരാത്മാവ് പോലും നിന്നെ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ലെന്നേ. പ്രൈസലോ. ഇവിടെ ദുരാത്മാക്കളോട് ചോദിക്ക, ഈ പട്ടണത്തിൽ എത്ര അഭിഷിക്തന്മാരുണ്ടെന്ന് ചോദിക്ക, എത്ര ദൈവദാസിമാരുണ്ടെന്ന് ചോദിക്ക. ലിസ്റ്റ് കൊടുക്കും. പ്രാർത്ഥന മുറിക്കകത്ത് മുഴങ്കാൽ മുടക്കി കണ്ണുനീരൊഴുക്കുന്നതിന് ദേശത്തിലെ ചില ശക്തികൾക്ക് അറിയാന്നേ. ദേശത്തിലെ ചില ശക്തികൾക്ക് അറിയാം. അവർ നിന്റെ മുമ്പാകെ വിറക്കും. ലക്ഷണം പറയുന്ന വെളിച്ചപ്പാടത്തിൽ പറയുന്നു, ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം. ഒരിക്കല് സ്വതന്ത്രം തറവാട് വീട്ടില് ഞങ്ങൾ തറവാട്ടിൽ പാർക്കുന്ന സമയത്ത് ഈ കാക്കാലത്തി എന്നൊക്കെ പറയത്തില്ലേ, കാക്കാലന്മാരെന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഭാഷകളാ. ഇവർക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ചെറിയ കിറ്റ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വീട്ടിൽ പഴയ വസ്ത്രങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് വന്നിരിക്കുക. അപ്പോൾ ആരാണ് പുറത്ത് സംസാരിക്കുന്നതായിട്ട് ഞാൻ എൻ്റെ മുറി തുറന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഇവരെന്നെ നോക്കി പറയുന്നു, നീ അമ്പലത്തിലും പള്ളിയിലും പോകാത്തവനാ. പ്രീസലോ. സ്തോത്രം. എന്നോട് അന്ന് അവർ ഒരു കാര്യം പറഞ്ഞു. പ്രൈസലോ. സ്തോത്രം. നീ ഒരു ആലയം പണിയും. പ്രൈസലോ. ഹല്ലേലൂയ. ഞാൻ ഇവരിങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, നിർത്ത് മതി. സ്തോത്രം. എങ്ങനെ ചെയ്യുമെന്നും മുന്നമേ തന്നെ ഞങ്ങളോട് ദൈവത്തിൻ്റെ ദാസന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇരുമ്പനത്തുള്ളൊരു സഹോദരിയാണ്, ഇരുമ്പനത്തുള്ളത് അവരുടെ ആങ്ങള വിശ്വാസിയാ. പ്രൈസലോ. ഞാൻ അവരോട് സുവിശേഷം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തിനാ ഈ പ്രവർത്തിക്ക് നടക്കുന്നത്? അപ്പോൾ പറഞ്ഞു, മോനെ ജീവിക്കാൻ വേറെ. ഞാൻ പറഞ്ഞു, ജീവിക്കാൻ മാർഗം കർത്താവ് തരും. ആങ്ങളയുടെ കൂടെ പ്രാർത്ഥനക്കൊക്കെ പോയിട്ടുണ്ട്. പ്രീസലോ. അപ്പോൾ സ്തോത്രം. ഈ വെളിച്ചപ്പാടത്തിയായിരിക്കുന്ന ഈ സ്ത്രീ പറഞ്ഞത് കറക്റ്റ് അല്ലേ? സ്തോത്രം. പൗലോസിനെ നോക്കി, ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം കറക്റ്റ് ആയിരുന്നില്ലേ? പൗലോസ് ആ ദൂതൊക്കെ കേട്ടിട്ട് കുറച്ചൊന്നും ഉയർന്നില്ല, ശ്വാസിച്ചു, മുഷിഞ്ഞെന്നാ പറയുന്നത്. പ്രൈസലോ. മുഷിഞ്ഞ് ശ്വാസിച്ചു. ഈ സംഭവം എന്ത് ചെയ്തു? വിട്ടുപോയി. അങ്ങനെ ശ്വാസിച്ച പോകോ പ്രീതി മക്കളെ, പോകും. നീ ശാസിച്ചെന്നാലും പോകും. നിനക്ക് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട്, നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം ഉപയോഗിച്ചുകൊണ്ട് ചിലതിന് നീ ഒന്ന് ശാസിക്ക. പട്ടണത്തിൽ നിന്ന് ചിലത് മാറാൻ പോകുകയാ. ഇരുട്ടിന്റെ ശക്തികൾ, അനർത്ഥ ശക്തികൾ, ആധിപത്യ ശക്തികൾ, വാഴ്ചകൾ, അധികാരങ്ങൾ നീ ശാസിച്ചെന്നാലും മാറും. നീ ശാസിച്ചെന്നാലും മാറും. അവരന്ന് എന്നോട് പറഞ്ഞ ആലയൊന്നും അല്ല പറഞ്ഞത്, ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. നീ ഒരു ധ്യാന കേന്ദ്രം പണിയാന്ന് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറയുന്നത് പ്രിയ മക്കളെ, ഈ പിശാചനും ചില കാര്യങ്ങളൊക്കെ പറയും. ദൈവം അല്ലെങ്കിൽ ചിലതിനെ നമ്മളെ പരീക്ഷിക്കേണ്ടതിന് ദൈവം ചിലത് ചെയ്യിപ്പിക്കും. ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ നിന്റെ അടുക്കിലേക്ക് അയച്ചിട്ട് അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഒത്തു വന്നാൽ നീ അവനിലേക്ക് എന്ത് ചെയ്യരുത്? മാറിപ്പോകരുത്. ഇത് നിന്റെ ദൈവമായ യഹോവയായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടി നീ ആരാധിക്കുന്നുണ്ടോ എന്നറിയേണ്ടതിനായി യഹോവയായ ദൈവം നിന്നെ പരീക്ഷിക്കാവുന്നു.
ആവർത്തന പുസ്തകം 13-ാം അധ്യായത്തിലാണ്, എടുത്ത് വായിക്കണ്ട. ആമേൻ, സ്തോത്രം. അപ്പോൾ വളരെ ശ്രദ്ധിച്ചോളണം, നമ്മൾ ഏത് വിധത്തിലൊക്കെയാണ് നോക്കുന്നതെന്നും നടത്തുന്നതെന്നും നിന്റെ ഹൃദയം എങ്ങനെ ഉറച്ചിരിക്കുമോ എന്നൊക്കെ സ്വർഗത്തിൽ നിന്ന് നോക്കുകയാണ്. അപ്പോ ആമേ ഈ സ്കേവ എന്ന പുരോഹിതന്മാരുടെ പുത്രന്മാരോട് പറയുന്നത്, പൗലോസിനെ ഞങ്ങൾക്ക് പരിചയമുണ്ട്, യേശുവിനെ ഞങ്ങൾക്കറിയാം, നിങ്ങൾ ആരാണാവോ എന്ന് ചോദിച്ചുകൊണ്ട് അടുത്ത വാക്യം. പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി കീഴടക്കി ജയിക്കാൽ അവർ നഗ്നരും മുറിവേറ്റവരും തുണി ഉരിഞ്ഞെടുത്തു 7 എണ്ണത്തിന്. ആമ കീഴടക്കി ജയിക്കാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടി. ആ വീട്ടിൽ നിന്ന് ഓടി എന്നാ പറയുന്നത്. താഴേക്ക്. ഇത് എഫേസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു. അവർക്കൊക്കെയും ഭയം തട്ടി കർത്താവായ യേശുവിന്റെ നാമം മഹിമപ്പെട്ടു. സ്തോത്രം. വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. ക്ഷുദ്രപ്രയോഗം ഇവിടെയാണ് നമ്മളെ കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ ചിലത് വന്ന് ചെയ്യുന്നു. ഇപ്പൊ അവിടുത്തെ ക്ഷുദ്രങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഫലിക്കുന്നില്ല. പറയുന്ന മാത്രമല്ല, കെട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, വീഴുന്നില്ല. കെട്ട് വീഴുന്നതെല്ലാം അഴിയുകയാ, പരിപാടി നടക്കുന്നില്ല. ആമേൻ, സ്തോത്രം. ഇവരെ പ്രസാദിപ്പിച്ചിരുന്ന ദുഷ്ടശക്തികൾ 5 കിലോമീറ്ററിന് അപ്പുറത്ത് നിൽക്കുകയാ. വിളിച്ചു വരുത്തുമ്പോ അവര് പറഞ്ഞ് അങ്ങ് വരത്തില്ല. അവിടെ എന്താ, തീ ഇറങ്ങി നിൽക്കുകയാ. ആമേ, സ്തോത്രം. അവിടെ എന്താ, തീ ഇറങ്ങി നിൽക്കുകയാ. ആരാ? ആമേ, പൗലോസ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടോ അവിടെ? ആമേ, സ്തോത്രം. എന്ന് പറയത്തക്ക അളവിലേക്ക് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേ, പ്രാർത്ഥിക്കുന്ന നിന്റെ പേര്, ആരാധിക്കുന്ന നിന്റെ പേര് പട്ടണം അറിയത്തക്ക നിലവാരത്തിലേക്ക് പരിശുദ്ധ ദൈവം ഈ ദിവസങ്ങൾ ഉയർത്താൻ പോകുകയാ. ആത്മമണ്ഡലത്തിൽ ഇരുന്നു കൊണ്ട് ചിലതിന് വന്ന് ശാസിക്ക്. ആമേ. അപ്പൊ ക്ഷുദ്രക്കാരും മന്ത്രവിദ്യകൾ ചെയ്യുന്നവരൊക്കെ കൂടി അവരുടെ പുസ്തകങ്ങളും അവരുടെ വായിച്ച മോളെ. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുകെ ചുട്ടുകളഞ്ഞു. എല്ലാവരും കാണുകെ ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്ക് കൂട്ടിയാറ് 50,000 വെള്ളിക്കാശ്. ആമേ, യേശുവിനെ ഒറ്റുകൊടുക്കാൻ വേണ്ടി യൂത വാങ്ങിയത് 30 വെള്ളിക്കാശ്. ആമേ, സ്തോത്രം. അങ്ങനെയെങ്കിൽ ആമേ, സ്തോത്രം, ഈ മന്ത്ര സാമഗ്രികളുടെ വില 50,000 വെള്ളിക്കാശ്. ആമേ, വിലമതിക്കാത്ത ചിലതൊക്കെ കൊണ്ടുവന്ന് ചിലത് ഉപേക്ഷിച്ച് കളഞ്ഞ് യേശുവിനെ സ്വീകരിച്ചതുപോലെ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ചിലതിനെ പരിശുദ്ധ ദൈവം ഈ നാളുകളിൽ ദയാശാന്തരത്തിൽ നിന്ന് വിളിച്ചു വേർതിരിക്കുന്ന ദിവസങ്ങൾ മുമ്പിലുണ്ടെന്ന് ആത്മാവ് ഞാൻ വിളിച്ചു പറയുക. സ്വസ്ഥത കൊടുത്തില്ലെങ്കിൽ തീർന്നില്ലേ? മന്ത്രവാദികൾക്ക് എന്ത് സംഭവിച്ചു? പരിക്കൾ പിടിച്ചു, പരിക്കൾ. ഹല്ലേലൂയ. ഈ അപ്പോസ്തല പ്രവർത്തനം തന്നെ 8-ാം അധ്യായത്തിന്റെ 13-ാം വാക്യമാണ് തോന്നുന്നു. 13-ാം വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. 8-ാം അധ്യായത്തിന്റെ ഫിലിപ്പോസ് ആ പട്ടണത്തിൽ വലിയ പ്രവൃത്തി ചെയ്യുകയാ. ഫിലിപ്പോസ്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ശീമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റു. അതിന്റെ 11-ാം വാക്യം വായിച്ച മോളെ. ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കുകയാൽ അത്രേ അവനെ ശ്രദ്ധിച്ചത്. ഇവന്റെ പേരെന്താണെന്നറിയാമോ? ശിമോൻ. പക്ഷെ ഫിലിപ്പോസ് എന്ന് പറഞ്ഞ അഭിഷിക്തൻ ചെന്ന പട്ടണത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ തുടങ്ങി. കേട്ടോ പ്രിയമക്കളെ, നമ്മുടെ ഈ വൈപ്പിൻകരയിൽ യേശുവിന്റെ നാമത്തിൽ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങിയാൽ ചിലത് സറണ്ടർ ആകും. ചിലത് മുട്ടുമടക്കും. ചിലതിന്റെ പ്രവർത്തികളൊന്നും ഒക്കത്തില്ലെന്നേ. ചിലത് സറണ്ടർ ആകത്തക്ക തലത്തിലേക്ക് പരിശുദ്ധ ദൈവം പ്രവർത്തിക്കും. ദൈവജനം എഴുന്നേൽക്കട്ടെ. ദൈവമക്കൾ എഴുന്നേൽക്കട്ടെ. ആത്മാവിലൊന്ന് ജാഗരിക്കട്ടെ. ദൈവത്തൊന്ന് സ്തുതിക്കട്ടെ. ആഴമായി അവനോടൊന്ന് പ്രാർത്ഥിക്കട്ടെ. ചിലതിന്റെ മുഴങ്കാൽ മടങ്ങാൻ പരിശുദ്ധ ദൈവം ഇടയാക്കി തീർക്കും. ആമേൻ. അപ്പോ ഈ ശിമോൻ താൻ ഒരു വലിയ ശക്തിയെ കൊണ്ട് ആ പട്ടണത്തെ മുഴുവൻ ഭ്രമിപ്പിച്ചു പോന്നവനാ. ഞാൻ അതുകൊണ്ട് തെളിവായിട്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം ഇവര് തോറ്റ ചരിത്രമേ ഉള്ളൂ. ദൈവജനം വിശ്വസിക്കണം. നിങ്ങളുടെ അകത്തളത്തിൽ പുഷ്ടി നിമിത്തം എന്ത് ചെയ്യണം? തകരണം. കേട്ടോ, ഒരേ ഇരിപ്പിരിക്കാനല്ല. ഞാൻ ആരാണ്? ഞാൻ യേശുവിന്റെ മകനാ. താഴത്തേക്ക് വായിച്ചോ. ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കാൻ അത്രേ അവർ അവനെ ശ്രദ്ധിച്ചത്. എന്നാൽ
ദൈവരാജ്യത്തെയും എന്നാൽ ദൈവരാജ്യത്തെയും യേശു ക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ശീമോൻ താനും വിശ്വസിച്ച് ഇവനും വന്നു. ആരാ ഇവൻ? അവൻ നല്ലൊരു ആഭിചാരകനാ, നല്ലൊരു മന്ത്രവാദിയാ. അവനും വന്ന് എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. എനിക്കറിയത്തില്ലല്ലോ പ്രിയമക്കളെ, അമേശ്വതം ഈ പട്ടണത്തിന്റെ മധ്യത്തിൽ എങ്ങനെയാണ് ശ്രുതി ദൈവം പരത്താൻ ആഗ്രഹിക്കുന്നതെന്ന് അമേശ്വത അറിയപ്പെടുന്ന ചിലതിനേക്ക് പരിശുദ്ധ ദൈവം തന്റെ മക്കളാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് എന്തിനാ തടസ്സം നിൽക്കുന്നത്? സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി അവൻ ചെയ്യട്ടെ. തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ആമേ. ദുഷ്ടശക്തികൾ തകരും. ആമേ. ഒരൊറ്റ വാക്യം കൂടി. ആമേ. 27-ാം സങ്കീർത്തനം എടുത്ത് 27-ാം സങ്കീർത്തനം അതിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് എടുത്ത്. 2-ാമത്തെ വാക്യം കഴിഞ്ഞ മുമ്പത്തെ വ്യാഴാഴ്ചയാണെന്ന് തോന്നുന്നു ഞാൻ ഈ വാക്യം ഒന്ന് തൊട്ടതാ. എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ, എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ, എന്റെ മാംസം, നല്ല കർമ്മികളല്ല, ദുഷ്കർമ്മികൾ, ദുഷ്കർമ്മം ചെയ്യുന്നവർ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ദുഷ്കർമ്മം ചെയ്യുന്നവന്റെ ആഗ്രഹം തന്നെ നിന്നെ തകർക്കുക എന്നുള്ളതാണ്, പ്രാർത്ഥിക്കുന്നവനെ തകർക്കുക എന്നുള്ളതാണ്. അഭിഷിക്തനായിരിക്കുന്ന ദാവീദ് പറയുന്നത് എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും? സ്വതം 1 ശമൂവേൽ 17-ാം അധ്യായം അതിന്റെ 43-44 വാക്യം. സ്വതം വേഗത്തിലെടുക്കുക. 1 ശമൂവേൽ പ്രവചനം 17-ാം അധ്യായം 43-44 വാക്യം. ഫിലിസ്ത്യൻ ദാവീദിനോട് ഈ വടികളുമായി എന്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. ഫിലിസ്ത്യൻ പിന്നെയും ദാവീദിനോട് ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾ. വാക്കുകൾ കേട്ടോ? ഫിലിസ്ത്യൻ പിന്നെയും ദാവീദിനോട് ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ട്. എന്റെ വൈരികളും ശത്രുക്കളുമായവർ, ദുഷ്കർമ്മികളുമായവർ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ഇടറി വീഴും. ഇവൻ ആരുടെ നാമം ചൊല്ലിയാ ശപിക്കുന്നത്? ദാവീദിനെ. ദേവന്റെ നാമം ചൊല്ലി. ഇവനൊരു ഉറപ്പുണ്ട്, എടാ എന്റെ പിന്നിലിരുന്ന ആൾക്കാരുണ്ട്, പലതൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ നിവരെ നിൽക്കുന്ന 40 ദിവസമായിട്ട് എന്നെ തകർക്കാൻ പറ്റാതെ വണ്ണം നിവരെ നിൽക്കുക. ചിലതിൻ്റെയൊക്കെ വാക്കുകളിൽ അധികാരം വരും. എങ്ങനെയെന്നറിയാമോ? പിന്നാമ്പുറത്ത് ചില പ്രവർത്തികൾ ചെയ്യുമ്പോ നിന്നെ ഞാൻ തകർക്കും, നിന്റെ വീടിന്റെ മൂലക്കല്ല് ഞാൻ തകർക്കും, നിനക്ക് എന്നൊക്കെ പറയുന്ന ചില അധികാരം. ഗോലിയാത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, നിന്നെ തകർക്കൂടാ. അവന്റെ ദേവന്റെ നാമം ചൊല്ലി ഇവൻ എന്ത് ചെയ്തു? ശപിച്ചു. നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. സംഭവിച്ചത് എന്താ? ഒരൊറ്റ ആയുധം പോലും ഇല്ലാതെ വെറും ഒരു കാവണിയിലും ഒറ്റ കല്ലും കൊണ്ട് 40 ദിവസമായിട്ട് നിവരെ നിന്നവനെ തകർത്ത് കളഞ്ഞ ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇന്ന് പകലിലും ആലയത്തിനകത്തളത്തിൽ വെളിപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, പുതിയ നിയമ വിശ്വാസിയെ, നിന്റെ കരത്തിലൊരു ആയുധമില്ലായിരിക്കാം, എന്നാൽ പ്രാർത്ഥിക്കാനുള്ള നാവും മടക്കുവാനൊരു മുഴങ്കാലം ഉണ്ടെങ്കിൽ ചില ശക്തികൾ നിനക്ക് മുമ്പാകെ നിലം പരിശായി തീരുമെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാ. ആമേൻ. ശത്രുവിനെ ദൈവം തകർത്തു. അവനെ തല എന്ത് ചെയ്തു? വെട്ടിയെടുത്തു. അവന്റെ വാള് കൊണ്ട് തന്നെ. കുഴിക്കുന്നവൻ, മതല് പൊളിക്കുന്നവനെ ദൈവപ്രവൃത്തി വെളിപ്പെടും. എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്തുകയാണ്. അവര് മന്ത്രവാദികൾ മന്ത്രം ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവർക്ക് എന്ത് ചെയ്തില്ല? നടന്നില്ല. ചിലതിനൊന്നും നടക്കാത്ത കാലത്തിലേക്ക് വരികയാ. കേട്ടോ? അവൻ നടത്തുന്നത് നീയായിരിക്കും, നടത്തുന്നത് പട്ടണത്തിൽ അഭിഷിക്തനായിരിക്കും, നടത്തുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലായിരിക്കും, നടത്തുന്നത് ആരാധിക്കുന്ന ഒരു ദൈവ പൈതലായിരിക്കും. നിന്റെ ദേശത്തിൽ കുടികൊള്ളുന്ന കുടികിരിപ്പ് ശക്തികളെ നീ ശാസിച്ചകറ്റും. ആത്മാവ് നിന്നോട് കൂടെ ഇരിക്കും. പരിശുദ്ധ ദൈവം നിന്നെ കരത്തിൽ വഹിക്കും. നിന്റെ അതോറിറ്റി സ്വർഗത്തിലെ ദൈവം ഈ നാളുകൾ വർദ്ധിപ്പിക്കും. ആമേൻ. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. സമയമില്ല പ്രിയ മക്കളെ. ദാനിയേൽ പ്രവചനത്തിലൊക്കെ ഈ ആഭിചാരകന്മാർ മന്ത്രവാദികളൊക്കെ വന്ന് രാജാവിന്റെ മുമ്പാകെ മുട്ടുമടക്കുന്ന കാഴ്ച കൊണ്ട് അവരെ കൊണ്ട് സാധിക്കുന്നില്ല.
ആമേ സ്വപ്നം കണ്ടു, സ്വപ്നവും പറയണം, വ്യാഖ്യാനവും പറയണം. നടന്നോ? ആര് നടത്തി? ദാനിയേൽ നടത്തി, അഭിഷിക്തന്മാര് നടത്തി. കേട്ടോ പ്രിയ മക്കളെ, ചില ദുരാത്മാക്കളൊക്കെ ഇളകും. ആമേ ചില ദുരാത്മാക്കളെ കയറും. ആമേ ശ്വാസിപ്പാൻ തക്കവിധ അതോറിറ്റി നിന്റെ മേൽ കിടക്കുന്നുണ്ട്. ആമേ നിന്റെ മേൽ കിടക്കുന്നുണ്ട്. ആ അഭിഷേകത്തെ ഈ ദിവസങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആത്മമണ്ഡലത്തേക്കൊന്ന് കയറി വരുക. പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാ. കണ്ണുകളടക്കാം, പ്രാർത്ഥിക്കാം. ആമേ സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധനും നിത്യനും നീതിമാനുമാകുന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല ദൈവമേ, ദൈവത്തിന്റെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുകയാ. നീ ആരെന്നും, നീ ദൈവത്തിന്റെ ദാനമെന്നും, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും നീ ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, യേശുവിന്റെ ആത്മാവ് നിന്നിൽ വ്യാപരിക്കുന്നു. അവനൊരു ശക്തിക്കും അധീനനല്ല. അവൻ സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠം. അവൻ സകല അധികാരങ്ങളുമുള്ള ക്രിസ്തുവിന്റെ മകനാ നീ, ക്രിസ്തുവിന്റെ മകളാ നീ. അവൻ ഒരു ശക്തിയും ദേശത്തിലെ ഒരു ആധിപത്യവും നിന്നെ തകർക്കത്തില്ല. നീ അതിനെ തകർക്കും. ആത്മാവ് നിന്നോട് കൂടെയുണ്ട്. ആ അതിശയമുള്ള നാമം നീ ഒന്ന് നാവിലെടുത്തേ. ഹല്ലേലൂയ. ആ വിചാരകന്മാരെ ഭ്രമിപ്പിച്ച നാമം, ആ വിചാരകന്മാരുടെ മുഴങ്കൽ മടക്കിയ നാമം, അവൻ ശുദ്രം ചെയ്യുന്നവരെ മന്ത്രവാദികളെ വെട്ടിക്കളഞ്ഞ നാമം എന്ന് പകലിൽ നീ മതനത്തിലെടുത്തേ. നിന്നെ ദൈവം ഉയർത്തുവാൻ ആഗ്രഹിക്കുക. പട്ടണത്തിന്റെ മധ്യത്തിൽ ദൈവം നിന്നെ മാനിക്കാൻ ആഗ്രഹിക്കുക. പരിശുദ്ധ പിതാവേ, കേൾപ്പിച്ച വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചതിന് പ്രകാരം ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. ആഭിചാരത്തിൻ്റെതായ ഒരു ലക്ഷണം ഞങ്ങളുടെ പട്ടണത്തിൽ ഉണ്ടാകരുത്. സ്വർഗത്തിലെ ദൈവം അതിനെ വെട്ടി മാറ്റിയതിനായി നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, നമുക്ക് എല്ലാവർക്കും അതാത് സ്ഥാനങ്ങളിൽ നിൽക്കാം. ഒരു പാട്ടിന്